ഭക്തനും ഭഗവാനും ഒന്നായി തീർന്ന മള്ളിയൂർ തിരുമേനിയുടെ ചൈതന്യവും പ്രപഞ്ചനാഥനായ സർവപ്രപഞ്ചവും ഏതൊരു ഈശ്വര സ്വരൂപത്തിൽ പരിപൂർണമായി വിലയിക്കുന്നുവോ ആ പ്രപഞ്ചേശ്വരനായ ഗണപതി ഭഗവാന്റെ ചൈതന്യവും ഒരു തുള്ളിയിൽ നിന്ന് മഹാസാഗരം പോലെ പെയ്തിറങ്ങിയ മുരളീഗാനവല്ലഭൻ്റെ ചൈതന്യവുമെല്ലാം ആവോളമുള്ള ഈ സത്രവേദിയിൽ ഇവിടെ എൻ്റെ ബന്ധുജനങ്ങളായി കുടുംബാംഗങ്ങളായി വന്നു ചേർന്ന എല്ലാവർക്കും ഈ ഒരു സഭയിലേക്ക് വളരെ പ്രേമപൂർവം സുസ്വാഗതം. ഭഗവാൻ ശ്രീകൃഷ്ണൻ വർത്തമാനകാലത്തിൽ നാം ഭഗവാനെ എങ്ങനെ സ്വീകരിക്കണം, എന്താണ് ഭഗവാന്റെ ജീവിത ലക്ഷ്യം, അതിനായി ചെയ്ത വിവിധ നിൽപ്പുതറകളിലുള്ള പ്രവർത്തികൾ അതെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തെ ചില സനാതന മൂല്യങ്ങളുമായി ചേർത്ത് വച്ച് ഭഗവാൻ ശ്രീകൃഷ്ണനെ പരിചയപ്പെടുക എന്നതാണ് ഈ ഒരു പ്രഭാഷണത്തിൻ്റെ ആകെ തുക എന്നുള്ളത്. നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ അറിയുവാൻ 3 ഗ്രന്ഥങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത്. അതിലൊന്ന് വ്യാസവിരചിതമായ മഹാഭാരത ഭാഗീരഥി എന്ന് പറയുന്ന മഹാഭാരതം. 2 ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തെ ആദ്യാവസാനം സൂചിപ്പിക്കുന്ന ഹരിവംശം. 3 ഭക്തിയുടെ മധുരം ആവോളം പുരട്ടി വിവിധ ബാലലീലകളാടി നമ്മളെ ആനന്ദിപ്പിക്കുന്ന മഹാഭാഗവതം. ഈ 3 ഗ്രന്ഥങ്ങളിലൂടെയാണ് നാം ഭഗവാൻ ശ്രീകൃഷ്ണനെ അറിയുന്നതും പഠിക്കുന്നതുമൊക്കെ. ഇതിൽ വ്യാസഭഗവാൻ എഴുതിയിട്ടുള്ള മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണനെ തൻ്റെ മാംസചക്ഷുസ് കൊണ്ട് കണ്ട് അറിഞ്ഞ് അനുഭവിച്ചിട്ടാണ് വേദവ്യാസൻ കൃഷ്ണദ്വൈപായനൻ നമുക്ക് കൃഷ്ണചരിതം മഹാഭാരതത്തിലൂടെ തന്നത്. ആ ചരിതത്തിൻ്റെ പ്രത്യേകത കൃഷ്ണൻ്റെ ഒരു മുത്തച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കൃഷ്ണനെ അറിഞ്ഞ മഹാപുരുഷൻ. അതുകൊണ്ട് തന്നെ മഹാഭാരതത്തിലൂടെ ആ മഹാഭാരതത്തിലുള്ള കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എന്ന് നമ്മൾ പറയുന്ന ഗുരുനാഥനായ ആ കൃഷ്ണനെയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കാലത്തിൽ നമുക്കും നമ്മുടെ പുതിയ തലമുറയ്ക്കും ശ്രീകൃഷ്ണനിൽ നിന്ന് പഠിക്കേണ്ട ധാർമ്മിക മൂല്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ആ മഹാഗുരുനാഥനായ കൃഷ്ണൻ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ 1 മണിക്കൂർ സമയം കൊണ്ട് ഒന്ന് പരിചയപ്പെടുന്നു. ഇതുവരെ കേട്ട് ചിലപ്പോൾ മറന്നുപോയ ചില കഥകളെ വർത്തമാനകാലത്തിൽ നിന്നുകൊണ്ട് കേൾക്കുക. ഇന്ന് കൃഷ്ണചരിതം പഠിച്ചാൽ എന്ത് ലാഭമുണ്ട് എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പേർത്തും പറയണം, ശ്രീകൃഷ്ണൻ ഗുരുനാഥനാകുവാനുള്ള കാരണം
ഏത് കാലത്തിനും അനുഗുണമായ രീതിയിലാണ് ഭഗവാൻ തൻ്റെ ജീവിതത്തെ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നത്. അതുകൊണ്ടാണ് നാം കൃഷ്ണനെ പഠിക്കുന്ന അതേ ഭാവത്തിൽ ഒരിക്കലും രാമനെ പഠിക്കാൻ സാധ്യമല്ല. രാമനും കൃഷ്ണനും ഒരു സഹസ്രാബ്ദത്തിൻ്റെ വ്യത്യാസമുണ്ട്. രാമൻ ജനിച്ച കാലഘട്ടവും കൃഷ്ണൻ ജനിച്ച കാലഘട്ടവും ഭിന്നമാണ്. രാമൻ്റെ കാലത്തെ രാജ്യവ്യവസ്ഥ, രാമൻ്റെ കാലത്തെ അന്തരീക്ഷം, രാമൻ്റെ കാലത്തെ നിയമങ്ങൾ, ഇതെല്ലാം കൃഷ്ണൻ്റെ കാലമെത്തിയപ്പോൾ മൊത്തത്തിൽ മാറിപ്പോയതാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നൊരു വലിയ പഥ്യം, ഒരിക്കലും രാമനെയും കൃഷ്ണനെയും താരതമ്യം ചെയ്യരുത്. കൃഷ്ണൻ അത് ചെയ്തില്ലേ, രാമൻ ഇത് അങ്ങനെയില്ല. കാരണം രണ്ടുപേരും ഒരു സഹസ്രാബ്ദത്തിൻ്റെ വ്യത്യാസത്തിൽ രണ്ട് നിയമാവലികൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ രണ്ട് വ്യത്യസ്ത ലോകത്ത് ജീവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ വാൽമീകിയുടെ കാലത്ത് ഒരു ഉത്തമനായ, സർവർക്കും അനുകരിക്കാൻ പറ്റിയ ഒരു പുരുഷനെയായിരുന്നു ആവശ്യം. അതുകൊണ്ട് വാൽമീകി രാമചരിതം എഴുതുന്ന സമയത്ത് ആ പരിധി ലംഘിക്കാതെയാണ് വാൽമീകി രാമായണത്തിൽ രാമനെ അവതരിപ്പിക്കുന്നത്. പക്ഷെ എന്നാലും 4-5 സ്ഥലങ്ങളിലൊക്കെ രാമൻ്റെ ദൈവീകത മറനീക്കി പുറത്തു വരുന്ന സന്ദർഭങ്ങളുമുണ്ട്. രാമൻ തന്നെ പറയുന്നുണ്ട് കൈകേയിയോട്, നാഹമർത്ഥപരോ ദേവി എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. ഞാൻ അർത്ഥത്തിനോ കാമത്തിനോ വേണ്ടി ഈ ഭൂമുഖത്ത് സർവ്വസുഖങ്ങളും അനുഭവിച്ച് ജീവിക്കാൻ വേണ്ടി വന്നവനല്ല. വിദ്ധിമാ ഋഷിഭിസ്തുല്യം വിമലം ധർമ്മമാസ്ഥിതം. വിമലമായ ധർമ്മത്തെ, പരിപാവനമായ ധർമ്മത്തെ പരിപാലിക്കുവാൻ വേണ്ടി വന്നവനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് രാജ്യത്തിലോ മണ്ണിനോടോ ഒന്നിനോടും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് വനവാസത്തിന് പോകാൻ എന്നെ ഇത്രയൊന്നും നിർബന്ധിക്കണ്ട, ഞാൻ പൊക്കോളാം. തൻ്റെ ആ ഋഷിഭാവത്തെ രാമൻ അവതരിപ്പിക്കുന്ന ഒരു രംഗമാണ് ആ ഒരു പ്രഭാത സമയം. പക്ഷേ കൃഷ്ണൻ്റെ ജീവിതത്തിൽ രാമനെപ്പോലെ മനുഷ്യരൂപമല്ല, പ്രത്യേകിച്ചും ദ്വാപരത്തിൻ്റെ അങ്ങേയറ്റം കലുഷിതമായ അന്തരീക്ഷത്തിൽ ഒരു ദിവ്യ വിഭൂതിയായിട്ടാണ് കൃഷ്ണനെ വ്യാസഭഗവാൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഒരു അവതാരവരിഷ്ഠനായി ഓരോ കാലത്തിൻ്റെയും ആവശ്യത്തിനനുസരിച്ച മഹാവ്യക്തിത്വമായി, സർവരുടെ മുമ്പിലും വിവിധങ്ങളായ ലീലകൾ കൊണ്ട് സർവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു മഹാവ്യക്തിത്വമായി, പരമപുരുഷനായി, ഒരു വ്യക്തിക്ക് അതീതമായ ഒരു ഈശ്വരീയമായ ബലത്താൽ ജീവിച്ച മഹാവ്യക്തിത്വമാണ് ശ്രീകൃഷ്ണൻ. വ്യാസൻ ഒരു ദിവ്യപുരുഷനായി തന്നെയാണ് കൃഷ്ണനെ അവതരിപ്പിച്ചത്, കേവലം മനുഷ്യനല്ല. രാമൻ അങ്ങനെ ആയിരിക്കാം, കൃഷ്ണൻ അങ്ങനെയല്ല. കൃഷ്ണൻ അതുകൊണ്ട് തന്നെ അമാനുഷികമായിരുന്നു കൃഷ്ണൻ്റെ എല്ലാ പ്രവൃത്തിയും. എന്നാൽ മനുഷ്യനെ പോലെ ജീവിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് ഒരു പദം മുന്നിൽ നിന്നുകൊണ്ട് ഉത്തമനായൊരു വ്യക്തിത്വമായി, സർവർക്കും പ്രേരണയായും മാതൃകാ വിഭവവും പ്രഭുവുമായിട്ടാണ് കൃഷ്ണൻ നമ്മുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു തന്നത്. അത്തരം ചില അത്ഭുത പരിവേഷങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, അത് നമുക്കറിയാം. പക്ഷെ അതിലത്യത്ഭുതം ഈ വസുന്ധരയിൽ പിറന്നു വീണ സാക്ഷാൽ അഭിമന്യു പുത്രനായ പരീക്ഷിത്തിൻ്റെ ആ ശരീരത്തിലേക്ക് പ്രാണനെ ആവേശിപ്പിച്ച് ജീവൻ കൊടുത്ത കൃഷ്ണനുണ്ടല്ലോ, ആ കൃഷ്ണനാണ് ലോകത്തിൽ എന്തും തനിക്ക് സാധ്യമാണെന്ന് മരണപ്പെട്ട് കിടക്കുന്ന ചാപിള്ളയായ കുഞ്ഞിൽ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ദൈവീക പരിവേഷത്തെയും ആ മൃതശരീരത്തിലേക്ക് സന്നിവേശിപ്പിച്ച് പ്രാണൻ കൊടുക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ ആ കൃഷ്ണനെയാണ് നാം നമ്മുടെ മനസ്സിൽ ഒന്ന് കണ്ട് പരിചയപ്പെടാൻ പോകുന്നത്. ശ്രീകൃഷ്ണൻ ജനിച്ച കാലം മനസ്സിലാക്കണം. ഓരോരുത്തരും ജനിച്ച കാലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ കാലത്തിനനുസരിച്ചാണ് നമ്മുടെ സ്വഭാവം രൂപാന്തരപ്പെട്ടു വരിക. ഇവിടെ ഇരിക്കുന്നതിലൊരു 70 വയസ്സുള്ളവർ പറഞ്ഞു എന്നിരിക്കട്ടെ, ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ മുതിർന്നവരെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. അത് ആ കാലത്തിൻ്റെ സൃഷ്ടിയാണ്. ഈ കാലത്തോ
അത് വേണം, ആ ശാശ്വത മൂല്യം വേണം. പക്ഷേ അതിയായി ആഗ്രഹിക്കേണ്ട ഈ കാലത്തിലെ കുഞ്ഞുങ്ങളെ പ്രലോഭിപ്പിക്കുന്ന വിവിധ പ്ലാറ്റ്ഫോമുകളിലാണ് ഇന്ന് കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് അന്നത്തെ ആ കാലത്തിലുള്ളത് ഇന്നുണ്ടാകണമെന്ന് ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ചോളൂ. അങ്ങനെ ആകണമെന്ന വാശിയൊന്നും വേണ്ട. അപ്പോൾ കുഞ്ഞുങ്ങളോട് കുറച്ച് വഴക്ക് കൂടിയാൽ മതിയാകും. ഇവിടെ ശ്രീകൃഷ്ണൻ ജനിച്ച ദ്വാപരം മനസ്സിലാക്കണം. ദ്വാപര യുഗം രാമൻ്റെ കാലം പോലെ അത്ര ഒരു സുഗമമായ കാലമല്ല. രാമൻ എത്ര സുഖമായിരുന്നു. രാമന് കൊട്ടാരത്തിൽ ജനിച്ചു, അവിടെ തന്നെ ജീവിച്ചു. സമയാസമയത്ത് വിദ്യാഭ്യാസം, ധനം, സുഖം, സമ്പത്ത്, ആരും ആക്രമിക്കാനില്ല. അച്ഛൻ്റെയും അമ്മയുടെയും പരിലാളനകളേറ്റ നല്ല കുട്ടിക്കാലം. എത്ര സുഖം അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ സുഖവുമുണ്ട്. പക്ഷെ കൃഷ്ണൻ്റെ കാലം അതല്ല. അതുകൊണ്ട് ഈ ദ്വാപര യുഗം എന്താണ് എന്ന് മനസ്സിലാക്കിയാലേ കൃഷ്ണൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ദ്വാപര യുഗം എല്ലാ മൂല്യച്യുതികളുമുള്ള ഒരു കാലമാണ്. ഇന്നത്തെ കാലം നോക്കിയിട്ട് നാം വെറുതെയെങ്കിലും പറയുന്നില്ലേ, എന്തൊരു കഷ്ടമാണ് ഈ കാലം, എങ്ങനെയാണ് ഈ കാലത്തൊന്ന് ജീവിക്കുക? അതിലും കഷ്ടം പിടിച്ച കാലമായിരുന്നു ദ്വാപരം. ഇന്നത്തെ കാലത്തിനോട് തുലനം ചെയ്താലും വലിയ മാറ്റങ്ങളൊന്നും അന്നുമില്ല, ഇന്നുമില്ല. അതുകൊണ്ട് ദ്വാപരം ഞാൻ പറയുമ്പോൾ കലിയുഗത്തിൻ്റെ മണ്ണിൽ നിന്ന് ദ്വാപരത്തെ കേൾക്കണം. കാരണം അത് തന്നെയാണ് ഇന്നും. അതുകൊണ്ട് ഇന്ന് ഒരു യുഗവിധാതാവിനെ ആവശ്യമുണ്ട്. ഇന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രേരണയാകാൻ പറ്റുന്ന വ്യക്തിത്വങ്ങളെ ആവശ്യമുണ്ട്. അന്നത്തെ കാലത്തും ആവശ്യമുണ്ടായിരുന്നു. ആ യുഗവിധാതാവായിരുന്നു ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് ആ കാലം വലിയ ആശയക്കുഴപ്പങ്ങളുള്ളൊരു കാലമായിരുന്നു ദ്വാപരം. ഇന്നും അങ്ങനെയല്ലേ? നമ്മുടെ മനസ്സിനെ മത്തിക്കുന്ന, നമ്മുടെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്ന, നമുക്ക് ശരിയായ രീതിയിൽ ചിന്തിച്ചു പോകാൻ പറ്റാത്ത തരത്തിൽ മനുഷ്യ മനസ്സിനെ പെട്ടെന്ന് മാറ്റുന്ന മന്ത്രവിപ്ലവത്തിൻ്റെയും അതുപോലെയുള്ള നവമാധ്യമങ്ങളിലൂടെയും വഴിതെറ്റാൻ 1000 അവസരങ്ങളുള്ള കാലം ഇന്നുണ്ടെങ്കിൽ അന്നും കൃഷ്ണൻ്റെ കാലം ദ്വാപരം വലിയ ആശയക്കുഴപ്പങ്ങളുടെ കാലം, തമ്മിൽ തല്ലിൻ്റെ കാലം, പിടിച്ചടക്കലിൻ്റെ കാലം, തെറ്റായ ജീവിതാചരണങ്ങളുടെ കാലം, ധർമ്മതത്വങ്ങളൊക്കെ കൺമറഞ്ഞു പോയ കാലമാണ് ദ്വാപരം എന്ന് പറയുന്നത്. ബുദ്ധിഭേദമുള്ള കാലം, തപസ്സുകൊണ്ട് കഴിവുകൊണ്ടൊക്കെ കിട്ടിയിട്ടുള്ള എന്തൊക്കെ കഴിവുണ്ടോ അതൊക്കെ സമൂഹത്തിനെ ദ്രോഹിക്കാൻ വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് അന്ന്. അധികാരത്തിൻ്റെ ബലം ഉപയോഗിച്ച് സർവ്വമേഖലയെയും പിടിച്ചടക്കുന്ന കാലമാണ് ദ്വാപരം. വൈചാരിക ഭ്രാന്തിൻ്റെ കാലമാണ് ദ്വാപരം. ഇങ്ങനെ ദ്വാപരത്തെ നമ്മൾ കുറച്ചൊന്ന് പരിചയപ്പെട്ടാൽ നമുക്ക് മനസ്സിലാവും ഇന്നും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ആ ദ്വാപരത്തെ നശിച്ചുപോയി ഈ സനാതന മൂല്യങ്ങളും ഈ രാഷ്ട്രവും നശിക്കാൻ പോകുന്നു എന്ന് തോന്നിയ സമയത്താണ് ശ്രീകൃഷ്ണൻ ജനിക്കുന്നത്. അതുകൊണ്ട് കൃഷ്ണൻ്റെ ജനനം ഏതൊരു ഉദ്ദേശത്തിലാണോ ആ ഉദ്ദേശം മനസ്സിലാകണമെങ്കിൽ ഈ ദ്വാപരത്തിൻ്റെ കാലം നമ്മുടെ ഉള്ളിൽ ഒന്നാമത് വേണം. അതുകൊണ്ട് കൃഷ്ണൻ്റെ പ്രവൃത്തി എന്താ? കൃഷ്ണൻ്റെ പ്രവൃത്തി ഏതെങ്കിലും ചില ന്യൂനതകൾ കണ്ടെത്തി ആ ന്യൂനതകളെ പരിഹരിക്കുക എന്നതല്ല കൃഷ്ണന് ചെയ്യാനുള്ളത്. കൃഷ്ണന് ചെയ്യാനുള്ളത് നവീനത നടപ്പിലാക്കലായിരുന്നു. മൊത്തത്തിൽ ആ ഭരണഘടന തന്നെ പൊളിച്ചെഴുതലല്ല, ആ ഭരണഘടന മാറ്റി പുതിയൊരു ഭരണഘടന ഉണ്ടാക്കേണ്ട ഒരു കർത്തവ്യമുണ്ടായിരുന്നു കൃഷ്ണന്. ഇത് മനസ്സിലാക്കണേ. ഇത് മനസ്സിലാക്കിയാലേ കൃഷ്ണം വന്ദേ ജഗദ്ഗുരും എന്താണ് എന്ന് നമുക്ക് ഇന്നത്തെ കാലത്തിൽ മനസ്സിലാക്കാൻ പറ്റൂ. ഇതുമാത്രമല്ല, കൃഷ്ണന് ഏതെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞു പോയൊരു ഭാഗം വിളക്കിച്ചേർക്കലല്ല കൃഷ്ണന് ചെയ്യാനുണ്ടായിരുന്നത്. മൊത്തത്തിൽ അത് ഉടച്ചു വാർത്ത് ഒരു പുതിയ രാഷ്ട്ര കെട്ടിടമുണ്ടാക്കേണ്ട ചുമതലയുണ്ട് കൃഷ്ണന്. ഏതെങ്കിലും ഒരു ഭാഗമൊന്നും ശരിയാക്കിയാൽ പോരാ, വിളക്കിച്ചേർത്താൽ പോരാ, ഉടച്ചു വാർക്കണം കൃഷ്ണന്. അതുകൊണ്ട് തന്നെ താറുമാറായിപ്പോയ സാമൂഹ്യ ജീവിതത്തെ വീണ്ടും
മൂല്യാധിഷ്ഠിതമാക്കുക. അതാക്കിയാലും പോരാ, അത് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു സമൂഹത്തെ കൂടി സൃഷ്ടിക്കണം. പലപ്പോഴും നമ്മളൊക്കെ പരാജയപ്പെട്ടു പോകുന്നത്, നമ്മളൊരു വീടൊക്കെ ഉണ്ടാക്കും, പക്ഷെ അത് മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന തലമുറയെ ഉണ്ടാക്കില്ല. നമ്മൾ കുറേ സമ്പത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കും, പക്ഷെ അത് കൈകാര്യം ചെയ്ത് ഒരു 10% കൂട്ടി അടുത്ത തലമുറയ്ക്ക് അത് കൊടുക്കാൻ പറ്റിയ തലമുറയെ സൃഷ്ടിക്കില്ല. അതുകൊണ്ട് കൃഷ്ണന് വെറുതെ കുറേ പ്രവൃത്തി ചെയ്ത് പോവാൻ വേണ്ടി മാത്രമല്ല, ഒരു സ്ഥായിയായ ധർമ്മത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് വേണം കൃഷ്ണന് പ്രവർത്തിക്കാൻ. അതുകൊണ്ട് കൃഷ്ണൻ്റെ കാലം, ആ കാലത്ത് സർവ്വമേഖലയും വഴിതെറ്റി എന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെ മേഖലയാണ് വഴിതെറ്റിയത്? ആ മേഖലകൾ ചിലതൊക്കെ ഒന്ന് പരിചയപ്പെടണം. വഴിതെറ്റിയ ഒന്നാമത്തെ മേഖല ഗുരുപരമ്പര എന്ന് പറയുന്നതായിരുന്നു. ഈ രാജഗുരുക്കന്മാർ, ആചാര്യന്മാർ, ഇവരൊക്കെ വഴിതെറ്റിയ ഒരു മാർഗത്തിലൂടെ സഞ്ചരിച്ച കാലമാണ് അന്നത്തെ കാലം. നമുക്കൊരു രാജഗുരുക്കന്മാരെ നമുക്കറിയാം. ഒരു ഭരണാധികാരി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭരണാധികാരിക്ക് സംശയമില്ലാതെ തെറ്റുകൂടാതെ രാജ്യഭരണം നടപ്പിലാക്കുവാനായി അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് അദ്ദേഹത്തെ ഉപദേശിച്ചിരുന്നയാളായിരുന്നു രാജഗുരുക്കന്മാർ. വസിഷ്ഠനെ നമുക്കറിയാം. അത്തരം രാജഗുരുക്കന്മാർക്ക് നേരിട്ട് രാജ്യഭരണത്തിൽ പങ്കാളിത്തമില്ല. അവരുടെ പങ്കാളിത്തം അദൃശ്യമായിരുന്നു. രാജാവ് ശരിയായ വഴിക്കല്ലേ പോകുന്നത്? ആ കാലത്ത് രാജാവിന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്ന ഉപദേശവൃന്ദമായിരുന്നു രാജഗുരുക്കന്മാർ. പക്ഷെ അവർക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അവർ ഈ കൊട്ടാരത്തിൻ്റെ സുഖശീതളിമയിൽ മയങ്ങിപ്പോയവരല്ല. കൊട്ടാരത്തിൽ നിന്ന് ശമ്പളം പറ്റിയവരല്ല. ശമ്പളം പറ്റാത്തത് കൊണ്ട് തന്നെ രാജാവിനെ നേർവഴിക്ക് നടത്താനും അവർക്കറിയാം. അവർ കൊട്ടാരത്തിൽ നിന്ന് മാറി തൊട്ടപ്പുറത്തൊരു പർണശാലയുണ്ടാക്കി ചാണകം മെഴുകിയ കോലായിൽ നിസ്വന്മാരായി തപസ്വികളായി സ്വാധ്യായം ചെയ്ത് മാത്രം ജീവിച്ചവർ. അതുകൊണ്ട് അവർക്ക് രാജാവിനെ പോലും തിരുത്താനുള്ള കഴിവുണ്ട്. ആ രാജാവ് ശരിയല്ലെങ്കിൽ പണ്ട് വേനനെ എടുത്തു മാറ്റിയതുപോലെ മാറ്റിവെക്കാനുള്ള രാജകർത്താക്കൾ കൂടിയിട്ടായിരുന്നു ഈ കുലഗുരുക്കന്മാർ. പക്ഷേ ദ്വാപരകാലമായപ്പോൾ ഈ ഗുരുക്കന്മാരൊക്കെ വഴിതെറ്റി. നിസ്വന്മാരായ, ശമ്പളം പറ്റാത്ത, കൊട്ടാരത്തിൻ്റെ സുഖമനുഭവിക്കാത്ത ആ ഗുരുക്കന്മാരുടെ സ്ഥാനത്ത് കൊട്ടാരത്തിൽ ചെന്ന് താമസിച്ച് കൊട്ടാരത്തിലെ വേതനം ശമ്പളം പറ്റി അവിടുത്തെ സുഖത്തിനു വേണ്ടി ഉദരപൂരണം ലക്ഷ്യമാക്കി തപസ്സും സ്വാധ്യായവും മുടക്കി ആ കൊട്ടാരത്തിൻ്റെ ആ കണ്ണഞ്ചിപ്പിക്കുന്ന സുഖശീതളിമയിൽ വീണുപോയി. അതാണ് ദ്വാപരത്തിലെ 2 പേർ, ദ്രോണർ, കൃപർ. ദ്രോണരുടെയും കൃപരുടെയും ജീവിതം നോക്കൂ. 2 പേരും ജീവിച്ചത് ഉദരപൂരണം തന്നെയായിരുന്നു. കാമവാസനയില്ലാതിരുന്ന രാജഗുരുക്കന്മാരുടെ സ്ഥാനത്ത് തനിക്ക് പലതൊക്കെ വേണമെന്നാഗ്രഹിക്കുന്ന കുലഗുരുക്കന്മാർ വന്നു. ശ്രീകൃഷ്ണൻ്റെ ഒന്നാമത്തെ പ്രശ്നം, ഈ രാജഗുരുക്കന്മാരെ ഒന്ന് ശരിയാക്കിയെടുക്കേണ്ട ചുമതല കൃഷ്ണനുണ്ട്, ഒന്ന് മറക്കരുത്. രണ്ടാമത്തെ കൃഷ്ണൻ്റെ പ്രശ്നം, ഒരു രാജഗുരു ഒരു വീട്ടിലാണെങ്കിൽ മുത്തച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ വഴിതെറ്റിയാൽ സ്വാഭാവികമാണ് രാജാക്കന്മാർ വഴിതെറ്റും. അതുകൊണ്ട് കൃഷ്ണൻ്റെ കാലത്തെ രാജാക്കന്മാരെ നമ്മൾ നേരത്തെ തൊട്ട് മുൻപിൽ കേട്ടല്ലോ. ആ ശ്രീകൃഷ്ണൻ്റെ കാലത്തെ സർവ്വ രാജാക്കന്മാരും വഴിതെറ്റി തുടങ്ങിയിരുന്നു. ആരൊക്കെയായിരുന്നു? ഒരു 3-4 ഉദാഹരണം നോക്കൂ. അതിലൊന്നാമത്തെ രാജാവ് ഹസ്തിനപുരി ഭരിച്ചിരുന്ന ദുഷ്യന്തനായിരുന്നു. ഏത് ദുഷ്യന്തൻ? അഭിജ്ഞാന ശാകുന്തളത്തിൽ നാം പരിചയപ്പെട്ട ദുഷ്യന്തനല്ല കേട്ടോ. ആ ദുഷ്യന്തനും ശകുന്തളയും നമ്മൾ കാളിദാസൻ്റെ തൂലികയിലൂടെ മനസ്സിലാക്കിയപ്പോൾ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. കാരണം കാളിദാസൻ്റെ കാലത്ത് ഈ രാജാക്കന്മാരെ കുറ്റം പറയാൻ പാടില്ലാത്ത കാലമായിരുന്നു. അതുകൊണ്ട് രാജാവിന് മറവിരോഗമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വ്യാസൻ്റെ ശകുന്തളയും വ്യാസൻ്റെ ആ ദുഷ്യന്തനുമൊക്കെ ഇല്ലേ, അത് തികച്ചും ഭിന്നമായിരുന്നു. ആ ദുഷ്യന്തൻ
ഗന്ധർവ വിധിപ്രകാരം താൻ വിവാഹം കഴിച്ചിട്ടുള്ള ആ ശകുന്തള തൻ്റെ കുഞ്ഞുമായി കൊട്ടാരത്തിൽ വരികയാണ്. ഓർമ്മയുണ്ടായിട്ടും, ഈ വാക്ക് മറക്കരുത്, ഓർമ്മയുണ്ടായിട്ടും എനിക്ക് ഓർമ്മയില്ല എന്ന് താൻ വയറ്റിലുണ്ടാക്കിക്കൊടുത്ത ആ ധർമ്മപത്നിയെ ഗന്ധർവ വിധിപ്രകാരം വിവാഹം കഴിച്ച ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി രാജാവ് നുണ പറഞ്ഞു. അച്ഛൻ നുണ പറഞ്ഞാൽ പിന്നെ ആ കുഞ്ഞുങ്ങളെ നന്നാക്കാൻ ഈശ്വരൻ വന്നാലും കാര്യമില്ല. രാജാവ് നുണ പറഞ്ഞാൽ പിന്നെ പ്രജകളുടെ കാര്യം പറയാനുണ്ടോ? സത്യാന്ന പ്രമതിതവ്യം എന്ന തൈത്തീരിയത്തിലെ ആചാര്യവാണി മൊത്തത്തിൽ മറന്നു രാജാവ്. അന്ന് രാജാവായിരുന്നു സർവരുടെയും പ്രാണൻ എന്ന് പറയുന്നത്. ആ രാജാവ് നുണ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ വഴിതെറ്റിയ രാജാവാണ് ദുഷ്യന്തൻ. ശകുന്തള ഒരു സിംഹിയാണ്. നമ്മൾ കാളിദാസനിലൂടെ കേട്ട ശകുന്തള ഒരു ലോകവും അറിയാത്ത കണ്വാശ്രമത്തിൽ മന്ത്രജപം മാത്രമറിയുന്ന ലോകപരിചയമില്ലാത്ത ഒരു പാവം ദുർബല. അതല്ല കേട്ടോ, സാക്ഷാൽ വ്യാസൻ്റെ ശകുന്തള സിംഹിയാണ്. ഹസ്തിനാപുരത്തിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് തന്നെ ഓർമ്മയില്ലെന്ന് പറയുന്ന രാജാവിൻ്റെ മുഖത്ത് നോക്കി നുണ പറയുന്ന പുരുഷനെ വിവാഹം കഴിക്കുന്നതിലും ഭേദം അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാതിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നവളാണ് കേട്ടോ. കൊട്ടാരത്തിൽ ചെന്ന് രാജാവിനെ പോലും വെല്ലുവിളിച്ചവൾ. ഈ ശകുന്തള വേണം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ. ഒരു പാവം പിടിച്ച പെൺകുട്ടിയൊന്നുമല്ല. ലോകവിവരമുണ്ട്. പറയേണ്ടിടത്ത് പറയാനറിയാം, സ്നേഹിക്കേണ്ടിടത്ത് സ്നേഹിക്കാനും അറിയാം, പരിചരിക്കേണ്ടിടത്ത് പരിചരിക്കാനും അറിയുന്ന ലോകപരിചയമുള്ള ശകുന്തള. രണ്ടാമത് വഴിതെറ്റിയ രാജാവ് കംസനാണ്, മധുരാധിപതിയായ കംസൻ. അതുവരെ യാദവന്മാർക്കിടയിൽ ഒരു വ്യവസ്ഥയുണ്ട്. അച്ഛൻ്റെ കാലം കഴിഞ്ഞാൽ മകൻ രാജാവാകും. ഈ വ്യവസ്ഥയെ മൊത്തത്തിൽ തെറ്റിച്ചയാൾ കംസനാണ്. അച്ഛനായ ഉഗ്രസേനനെ പിടിച്ച് കാരാഗൃഹത്തിലടച്ച് മുഗളന്മാരുടെ ചരിതം പോലെ ആദ്യത്തെ മുഗള ചരിതത്തിൻ്റെ മുഗളന്മാർ ജനിക്കുന്നതിന് മുമ്പ് വഴികാട്ടിയ ആളാണ് സത്യത്തിൽ ഈ കംസൻ. അച്ഛനെ പിടിച്ച് കാരാഗൃഹത്തിലടച്ച് സ്വയം സ്വേച്ഛാധിപതിയായി രാജാവായി. ഈ രാജാവിനെയും തിരുത്തേണ്ട ചുമതല ആർക്കുണ്ട്? കൃഷ്ണനുണ്ട്. മൂന്നാമത് വഴിതെറ്റിയ രാജാവ് ജരാസന്ധനാണ്, മഗധാധിപതിയായ ജരാസന്ധൻ. ജരാസന്ധൻ ചെയ്ത പ്രവൃത്തി യുദ്ധത്തിൽ തോറ്റുപോയ രാജാക്കന്മാരെ മുഴുവൻ കാരാഗൃഹത്തിലടച്ച് നരബലി കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവൻ. അതുവരെയുണ്ടായിരുന്ന യുദ്ധനീതിക്കനുസരിച്ച് ക്ഷാത്രവീര്യത്തിനനുസരിച്ചുള്ള വ്യവസ്ഥയായിരുന്നില്ല അത്. നാലാമത് വഴിതെറ്റിയ രാജാവ് നരകനായിരുന്നു. പ്രാഗ്ജ്യോതിഷത്തിലെ രാജാവായ നരകാസുരൻ. നരകാസുരൻ ചെയ്ത പ്രവൃത്തി ആ സമൂഹത്തിൽ കുലീനകളായ കന്യകമാരെ പിടിച്ചുകൊണ്ടുപോയി ആ കന്യകമാരെ ബലാത്കാരം ചെയ്ത സ്ത്രീലമ്പടനാണ്. ഇതന്നെയാണ് അദ്ദേഹത്തിനുള്ള വാക്ക് കേട്ടോ. അതിനങ്ങനെ തന്നെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമുക്ക് ചില സെൻറ്റിമെൻറ്റ്സ് ഒക്കെ തോന്നും ജരാസന്ധനോട്. ആ സ്ത്രീലമ്പടനായ ജരാസന്ധനെയും ശരിയാക്കേണ്ട ചുമതല കൃഷ്ണൻ്റെ കയ്യിലുണ്ട്. ഛേദി രാജ്യത്തിലെ രാജാവായ ശിശുപാലനെ നമ്മളിപ്പോൾ പരിചയപ്പെട്ടിരുന്നു. ഗദയെറിഞ്ഞുകൊണ്ട് മഥുരയെ ആക്രമിക്കാൻ വന്ന, ആ ദ്വാരകയൊക്കെ ആക്രമിക്കാൻ വന്ന ഈ ജരാസന്ധൻ്റെ സൈന്യാധിപനായ ഈ സാക്ഷാൽ ശിശുപാലൻ, ഇവനെ ശരിയാക്കേണ്ട ആ ചുമതലയും കൃഷ്ണനായിരുന്നു. ഇത് രാജാക്കന്മാരാണെങ്കിൽ ഇവർ വഴിതെറ്റാൻ നിരവധി കാരണങ്ങളിലൊന്ന്, വേദം ഒരു 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 കളി മാത്രമാണ് നിരോധിച്ചിട്ടുള്ളത്, ചൂതുകളിയാണ്. വൈദിക സമ്പത്തിൽ നമുക്ക് തന്ന ജ്ഞാനത്തിൽ ചൂത് കളിക്കരുതേ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അക്കാലത്തെ രാജാക്കന്മാരെല്ലാം ചൂത് കളിയിൽ അങ്ങേയറ്റം വീണുപോയ ഒരു കാലം. ഇതുമാത്രമല്ല, ന്യായാന്യായങ്ങൾ നോക്കാതെ ആദ്യം വരുന്നവൻ്റെ പക്ഷം ചേരുന്നവർ. അതിലൊരാളാണ് മാദ്രേയൻ, മാദ്രിയുടെ സഹോദരൻ, നകുല സഹദേവന്മാരുടെ അമ്മാവൻ. തൻ്റെ പെങ്ങളുടെ മക്കളെ സഹായിക്കാൻ വേണ്ടി യുദ്ധത്തിന് പോയ ആളാണ്. വഴിവക്കിൽ ദുര്യോധനൻ കുറച്ച് നല്ല ഭക്ഷണവും കുറച്ച് വീര്യമുള്ളതൊക്കെ കൊടുത്തപ്പോൾ തന്നെ സ്വീകരിച്ചവനോടുള്ള സ്നേഹം, അതുകൊണ്ട്
തൻ്റെ മരുമക്കളെ മറന്ന് ശത്രുപക്ഷത്ത് കുടിയേറിപ്പാർത്ത മാദ്രേയൻ മറുവശത്ത്. അതിൻ്റെ അപ്പുറത്ത് ആ കാലത്ത് ചില ബുദ്ധിജീവികളുണ്ട്, ജ്ഞാനികളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. ഇവരുടെ അവസ്ഥ ശരിക്കും ഈ പണ്ഡിതന്മാരും കവികളും കലാകാരന്മാരും ജ്ഞാനികളുടെയും ഒക്കെ ധർമ്മം സമൂഹത്തിലുള്ള തെറ്റായ വഴികൾ ഉണ്ട് എങ്കിൽ സമൂഹത്തെ ബോധവൽക്കരിക്കുക. ഇതാണ് കവി. അതുകൊണ്ട് കവി ഋഷിയാണ് എന്ന് പറയുന്നത്. ആ ഋഷിയാകേണ്ട കവി, ആ ജ്ഞാനി, പണ്ഡിതൻ, ഇവരെല്ലാവരും, ആ നിസ്വന്മാരായി പ്രവർത്തിക്കേണ്ടവരെല്ലാവരും സമൂഹത്തിൻ്റെ യോഗക്ഷേമങ്ങളെല്ലാം മറന്നു. മറിച്ച് ഇവരെല്ലാവരും കാമതൽപരരായി, സുഖലോലുപതരായി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്തിനും തയ്യാറായവരാണ് അക്കാലത്തുണ്ടായിരുന്ന പണ്ഡിതന്മാരും ജ്ഞാനികളുമൊക്കെ. കൃഷ്ണൻ ഭഗവത്ഗീതയിലെ 4-ാം അധ്യായത്തിൽ 1-2 ശ്ലോകങ്ങളിലൂടെ മഹത്തരമായ പാരമ്പര്യമായി നമുക്ക് കിട്ടിയ അറിവ് നഷ്ടപ്പെട്ടു പോയി അർജുന എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇമം വിവസ്വതേ യോഗം പ്രോക്തമാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനൂരിക്ഷ്വാകവേ ബ്രവീത്ത് എന്ന് പറയുന്ന ഭാഗത്ത്. അപ്പോൾ അർജുനൻ്റെ ചോദ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അർജുനനായി ചോദിച്ചു എന്നിരിക്കട്ടെ, എങ്ങനെയാണ് ഈ അറിവ് നഷ്ടപ്പെട്ടത്? ശാശ്വതമായ ചിരന്തനമായി അറിവ് നഷ്ടപ്പെടാൻ കാരണം എന്താ? അതിന് ശ്രീശങ്കരൻ ഭഗവത്ഗീതയുടെ ഭാഷ്യത്തിൽ പറയുന്നൊരു ഉത്തരമുണ്ട്. ദുർബലാൻ അചിതേന്ദ്രിയാൻ പ്രാപ്യ യോഗം നഷ്ടം. ഈ ദുർബലന്മാരുടെയും അചിതേന്ദ്രിയന്മാരുടെ കയ്യിൽ അറിവിരുന്നാൽ അത് നഷ്ടപ്പെടും. അചിതേന്ദ്രിയൻ, ഇന്ദ്രിയ നിഗ്രഹം ചെയ്യാത്ത കാമതൽപരരായവർ, സ്ഥാനമാനങ്ങൾ വേണ്ടവർ, ശാശ്വതമായ അറിവിൽ വെള്ളം ചേർക്കുന്നവർ. അതായത് ഇന്ന ഒരു അവാർഡ് തരാമെന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് പോലെ വിളിച്ചു പറയുന്നവൻ. സ്വാമി വിവേകാനന്ദൻ സന്യാസിയല്ല എന്ന് അവൻ പറഞ്ഞാൽ പറയും, കാരണം അടുത്ത അവാർഡ് കിട്ടും. ഇങ്ങനെയുള്ള കാമതൽപരർ ജ്ഞാനികളും പണ്ഡിതന്മാരുമായി ആ കാലത്തുണ്ടായാൽ, ബുദ്ധിജീവികളായ ആ കാലത്തുണ്ടായാൽ ആ രാജ്യം നശിക്കും. ശ്രീകൃഷ്ണന് കൈകാര്യം ചെയ്യേണ്ട മേഖലകളൊക്കെ ഒന്ന് ഓർത്തു നോക്കൂ. ഇതൊക്കെ ശരിയാക്കി ഈ ദ്വാപരത്തെ ശരിയായ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സനാതന മൂല്യങ്ങൾക്ക് ദോഷം സംഭവിച്ചിരിക്കുന്നു. ആ മൂല്യങ്ങളെ പുനർജീവിപ്പിക്കാൻ ശ്രീകൃഷ്ണൻ ദീർഘകാലം മൂല്യങ്ങളെ നിലനിർത്തുവാനുള്ള പരിശ്രമമായിരുന്നു ശ്രീകൃഷ്ണൻ്റെ അവതാര ദൗത്യം. ഈ അവതാര ദൗത്യത്തെ നാം ശരിയായി ഒന്ന് മനസ്സിലാക്കിയാൽ ആ കാലത്ത് മൊത്തം സംഘർഷം. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് ജനിച്ച സാഹചര്യവും സംഘർഷമായിരിക്കും. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിലെ 13 വയസ്സ് വരെ മാത്രം ആദ്യം പഠിക്കണം. നമ്മൾ ബാലലീല എന്ന് പറയുന്ന 13 വയസ്സ്. സംഘർഷമുള്ള സമൂഹത്തിൽ ജീവിക്കുന്ന കുഞ്ഞ് സംഘർഷങ്ങളെ നേരിടണം. അല്ലാതെ അച്ഛനും അമ്മയും ചിറകിൻ്റെ ഉള്ളിലാക്കി ഈ ലോകത്തിലൊന്നും ഞാൻ കാണിച്ചു കൊടുക്കില്ല, അവനോട് മിണ്ടരുത്, അവളോട് മിണ്ടരുത്, അത് കാണരുത്, ഇത് കാണരുത് എന്നൊക്കെ പറഞ്ഞ് വേലികെട്ടിത്തിരിച്ചൊരു മുറിയുടെ ഉള്ളിൽ മാത്രം കുഞ്ഞുങ്ങളെ വളർത്തിയാൽ ഈ ലോകത്താണ് അവനും അവളും നാളെ ഇറങ്ങി നടക്കേണ്ടത്. അതിലൊന്നും പെട്ടുപോകാതിരിക്കണമെങ്കിൽ സത്യധർമാദികളോടൊപ്പം തന്നെ അസത്യവും അധർമ്മവും മനസ്സിലാക്കി ഈ ലോകത്തിൽ എനിക്ക് യോഗ്യമായൊരു വഴിയെ തിരഞ്ഞെടുക്കാൻ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കേണ്ട അച്ഛനമ്മമാർ കുഞ്ഞുങ്ങളെ ഒരു ഗീറ് മാത്രമുള്ള വാഹനമാക്കി തീർക്കും. നാളെ ഇത് കൂവപ്പൊടി കാണിച്ചിട്ട് MDMA എന്ന് പറഞ്ഞാലും അവൻ കഴിക്കും. എന്നിട്ട് അവൻ്റെ നിന്ന് 4200 ഉറുപ്പികയും വാങ്ങും ഒരു ഗ്രാമിന്. സ്വർണത്തിനേക്കാളും വിലയാവാൻ പോവുകയാണ്. ഈ രാസലായനികളൊക്കെ എന്താണെന്ന് പോലും അറിയാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തി സമൂഹ മധ്യത്തിലേക്ക് പറഞ്ഞയച്ചാൽ വഴിതെറ്റുമെന്നത് തീർച്ചയല്ലേ? പ്രശ്നം സമൂഹത്തിൻ്റേതല്ല. ഈ സമൂഹം ഇന്നും ഇങ്ങനെയാണ്. പ്രശ്നം കാലത്തിനനുസരിച്ച് കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കി സമൂഹത്തിലേക്ക് തുറന്നു വിടാൻ നമുക്ക് പറ്റണം. ലോകത്തിൽ നല്ലത് മാത്രം മതിയെങ്കിൽ വാൽമീകിക്ക് രാമനെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരെ, രാവണനെ വെറുതെ വിടാമായിരുന്നില്ലേ?
എങ്കിൽ കൃഷ്ണനെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരെ? കംസനും ജരാസന്ധനും ശിശുപാലനും നരകനുമൊക്കെ എന്തിനാ വന്നത്? ഈ ലോകത്ത് ഇത് രണ്ടുമുണ്ട്. ഈ രണ്ടിൽ ഒന്നിനെ തിരഞ്ഞെടുക്കാനും ഒന്നിനെ നിഷ്കരുണം തള്ളിക്കളയാനുമുള്ള കഴിവ് കുഞ്ഞുങ്ങൾക്കുണ്ടാകണം. അത് കുട്ടിക്കാലത്ത് വേണം. സ്വാഭാവികമാണ്. ഈ ജനിച്ച കാലത്തിൻ്റെ സ്വഭാവം, സംഘർഷം ആ സമൂഹത്തിൻ്റെ എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ നേരിടുന്നത് പോലെ കൃഷ്ണനും നേരിട്ടു. അതുകൊണ്ട് കൃഷ്ണൻ്റെ കാലം, കുട്ടിക്കാലം മുഴുവൻ സംഘർഷമായിരുന്നു. ശ്രീകൃഷ്ണൻ്റെ ചെറിയ കാലം മുഴുവൻ. ജനിച്ചത് ജയിലിൽ, ആ കഥയൊക്കെ നമുക്കറിയാം. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിക്കാൻ ഭാഗ്യമില്ല. ജയിലാകട്ടെ ദാരിദ്ര്യമാകട്ടെ അച്ഛനമ്മമാരുടെ കൂടെ കഴിയുക എന്നുള്ളതൊരു ഭാഗ്യമാണ്. അതിന് ഭാഗ്യമില്ലാത്ത കുഞ്ഞ്. ഒരു കുഞ്ഞിന് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒന്നാണ് മുലപ്പാൽ കുടിക്കുക എന്നത്. ആ മുലപ്പാൽ പോലും നിഷേധിക്കപ്പെട്ടവനാണ്. പഠിക്കാൻ 3.5 വയസ്സിൽ നമ്മളൊക്കെ മക്കളെ ചേർക്കുമ്പോൾ അതിന് പോലും ഭാഗ്യമില്ലാത്തവൻ. കാർമേഘങ്ങൾ അലറിക്കരയുന്ന മഹാപേമാരിയുള്ള ഒരു ദിവസം തൻ്റെ കുഞ്ഞിനെപ്പറ്റി പോലും ആലോചിക്കാതെ ആ അച്ഛൻ അന്ന് രാത്രി കുഞ്ഞിനെയും കൊണ്ട് വലിയ കൊട്ടാരത്തിൽ നിന്ന്, മെട്രോപൊളിറ്റൻ സിറ്റിയിൽ നിന്ന് കുഗ്രാമത്തിൽ കൊണ്ടുപോയി ആ കുഞ്ഞിനെ വിട്ട് തിരിച്ചു പോരുകയാണ്. ഗ്രാമത്തിൽ നിന്ന് നഗരങ്ങളിൽ രാപ്പാർക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ലോകത്തിലാദ്യമായി കൊട്ടാരത്തിൽ നിന്ന് കുഗ്രാമത്തിൽ പോയി ജീവിക്കുക. എന്നാലും ജീവൻ രക്ഷിക്കാമല്ലോ? ഇല്ല. കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ PhD എടുത്ത ഒന്നാമത്തെ ആൾ പൂതന. പിന്നെ നരകാസുരൻ, ബകാസുരൻ, തൃണാവർത്തൻ, ശകടാസുരൻ, പല പല രൂപത്തിൽ. അന്നത്തെ ശകടാസുരൻ ഇന്ന് മാറിയിട്ടുണ്ടാകാമെന്നേ ഉള്ളൂ, പേര് മാത്രമേ മാറിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഒരുപോലെയാണ്. അങ്ങനെയുള്ള ഈ കുഞ്ഞ് നേരിട്ട പ്രശ്നങ്ങൾ നോക്കൂ. മരണത്തെ മുഖാമുഖം കണ്ട കാലം. ഒരു 10 or 30 മരണവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ. ഇത്രയൊന്നും വേണ്ട, ഒരെണ്ണം വന്നാൽ മതി. എന്തിന്? കിടന്നുറങ്ങുമ്പോൾ ഒരു കൊതുക് മൂളിയാൽ മതി നമ്മുടെ കുഞ്ഞുങ്ങൾ അസ്വസ്ഥരാകാൻ. ആ കാലൊന്ന് ചെറിയൊരു കല്ലിൽ തട്ടിയാൽ 3 ദിവസം ബോധമില്ലാത്ത മക്കൾ. ആ വാതിൽപ്പഴുതിലൊന്ന് വിരലൊന്ന് പെട്ടുപോയി ആ വാതിലൊന്നടയ്ക്കുമ്പോൾ വേദനിച്ചാൽ അതുപോലും സഹിക്കാൻ പറ്റാത്ത ദുർബല ഹൃദയമുള്ള മക്കൾ. അപ്പോഴാ ഒരാളിവിടെ 10-30 അറ്റംപ്റ്റുകളാണ്. മരണത്തെ മുഖാമുഖം കണ്ട ഒരു കുഞ്ഞ്. ഈ 13 വയസ്സ് വരെ ഒന്ന് കണ്ണ് ചിമ്മി ഒന്ന് അടഞ്ഞ് തുറക്കുമ്പോഴേക്കും തന്നെ മരണദേവത മാടി വിളിക്കുന്ന അന്തരീക്ഷത്തിൽ ഒരു കുഞ്ഞ് വളരുകയാണ്. നോക്കണേ, ആ കുഞ്ഞിന് തൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് 13 വയസ്സ് വരെയുള്ള ശ്രീകൃഷ്ണൻ്റെ ജീവിതം ഒരു സെൽഫ് പ്രൊട്ടക്ഷനാണ്. ആ വാക്ക് മറക്കരുത്. സെൽഫ് പ്രൊട്ടക്ഷനാണത്. ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഒരു കുഞ്ഞ് നടത്തിയ ഐതിഹാസികമായ പോരാട്ടമാണ് 13 വയസ്സ് വരെയുള്ള കൃഷ്ണ ജീവിതം. ഭക്തിയുടെ മധുരം പുരട്ടിയാൽ ധർമ്മമാണ്. എങ്ങനെയുള്ള ധർമ്മം? അധർമ്മകാരികളെ കൊന്നൊടുക്കിയ ഒന്നാണെങ്കിൽ. വ്യാസൻ്റെ കണ്ണിലൂടെ നമ്മൾ നോക്കിയാൽ ഈ വർത്തമാനകാല സാഹചര്യത്തിൽ സംഘർഷമുള്ള സമൂഹത്തിൽ തനിക്ക് അപകടമില്ലാതെ മുന്നോട്ടു പോകാൻ ഒരു കുഞ്ഞ് നടത്തിയ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. കൊല്ലാൻ വരുന്നവനെ നേരിടാനുള്ള കെൽപ്പും ചങ്കുറപ്പുമുള്ള കുഞ്ഞാണ്. ഭയന്നിട്ടില്ല, കരഞ്ഞിട്ടില്ല. നേരിടാനുള്ള കഴിവുണ്ട്. ആ കഴിവുണ്ടാകും. കാരണം ആ കാലമാണ്. ഓരോ കാലത്തിനനുസരിച്ചാണ് കുഞ്ഞുങ്ങളിലും നമ്മളിലുമൊക്കെ സ്വഭാവമുണ്ടാവണത്. നമ്മളും പറയാറില്ലേ, അന്നൊക്കെ നല്ല സ്വഭാവമായിരുന്നു എനിക്ക്, ഇന്ന് ഞാൻ മാറിപ്പോയി. നമ്മൾ മാറിപ്പോയതല്ല, കാലത്തിനനുസരിച്ച് നമ്മൾ മാറുകയാണ്. ആ സമയത്ത് ചില ശാശ്വത മൂല്യങ്ങൾ മുറുകെ പിടിക്കാനും അത് ശ്രദ്ധിപ്പിക്കാനും ഒരാൾ കൂടെയുണ്ടെങ്കിൽ അപ്പോൾ കൊള്ളാം. ഇല്ലെങ്കിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര സുന്ദരമാണ്, പ്രലോഭനമാണ്, മരീചികയാണ് ഈ ലോകം. എത്ര ശ്രദ്ധ വേണം. ആ കാലത്താണ് ശ്രീകൃഷ്ണൻ ജനിച്ചത്. ഈ 13 വയസ്സ് വരെയുള്ളതിൽ കൃഷ്ണൻ്റെ 2 പ്രവർത്തികളാണ് നാം പഠിക്കേണ്ടത്. ഇവിടെയാണ് ഒരു കുഞ്ഞ് ഒരു എക്സ്ട്രാ ഓർഡിനറി കുഞ്ഞായി മാറണത്. ആ കുഞ്ഞിൻ്റെ വിശേഷപ്പെട്ട ചിന്തയും
താൻ ജീവിക്കുന്ന ചുറ്റുപാടുകളെക്കുറിച്ചുള്ള അറിവും ആ അറിവിനനുസരിച്ച് ഉയർന്ന ആ കുഞ്ഞിൻ്റെ പ്രവൃത്തിയുമൊക്കെയാണ്. ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിൽ കൃഷ്ണനെ കൃഷ്ണനാക്കുവാൻ, തൻ്റെ ഭാവി ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാൻ ശ്രീകൃഷ്ണൻ ചെയ്ത 2 പ്രവൃത്തിയിലൊന്ന് കാളിയമർദ്ദനമാണ്. ഒന്നാമത്തെ പ്രവൃത്തി കാളിയമർദ്ദനം. ശ്രീകൃഷ്ണനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. തനിക്കൊരു അവസരം ഈ കുഞ്ഞ് തന്നെ ഉണ്ടാക്കും. അതുകൊണ്ട് അവസരങ്ങൾ കണ്ടെത്തി ആ പ്രശ്നത്തിൽ അങ്ങ് കയറി ഇടപെടും. ഇത് ശ്രദ്ധിക്കണേ, ഇത് രാഷ്ട്രീയക്കാർ അവസരമുണ്ടാക്കി കയറി ഇടപെടുന്നത് പോലെയല്ല. സമൂഹത്തിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിലിടപെട്ട് വിജയം കൈവരിക്കുന്ന ഒരു സ്വഭാവം കൃഷ്ണനുണ്ട്. ഇതൊരിടത്തല്ല, പലയിടത്തും ഈ 13 വയസ്സിനുള്ളിൽ നാം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽ കൃഷ്ണനിൽ മുൻകൈ എടുക്കുക, ഏത് കാര്യത്തിനും മുൻകൈ എടുക്കുക, പിന്നിൽ നിൽക്കില്ല. എവിടെയെങ്കിലും ഇരുന്നാൽ മുന്നിൽ കയറിയിരിക്കുക, മുൻകൈ എടുക്കുക എന്നത് ശ്രീകൃഷ്ണൻ്റെ സ്വഭാവമാണ്. ആ സമയത്താണ് കാളിയമർദ്ദനം. ഈ നിൽപ്പുതറയിൽ നിന്ന് കാളിയമർദ്ദനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കാളിയൻ എന്ന് പറയുന്ന ഉഗ്ര വിഷരൂപി യമുനാ നദിയിൽ വിഷം കലർത്തി സർവ്വജീവജാലങ്ങളുടെയും ജീവന് ഭീഷണിയാകുകയാണ്. കാളിയനെ ഇന്നത്തെ കാലത്ത് എന്തു പേരിട്ടും വിളിച്ചോളൂ. അങ്ങനെ ആ വിഷരൂപി കൊണ്ട് മറ്റുള്ള ജനങ്ങൾ പൊറുതിമുട്ടിയ സമയത്ത്, സർവചരാചരങ്ങൾക്കും ഭീഷണിയുള്ള ആ കാലത്ത് എല്ലാവർക്കും ഈ ആപത്ത് വന്നു എന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ പ്രശ്നപരിഹാരത്തിന് മുന്നിട്ടിറങ്ങുകയാണ്. ഈ ഇറങ്ങുമ്പോൾ കൃഷ്ണൻ ആരും വന്ന് കൃഷ്ണൻ്റെ മുന്നിലൊരു നിവേദനം കൊണ്ടുവന്ന് രാവിലെ തന്നെ വന്ന്, കൃഷ്ണ ഇതെങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് വാർഡ് മെമ്പറുടെ അടുത്ത് പോയി പറയുന്നത് പോലെ പറയാൻ ആരും വന്നിരുന്നില്ല. ശ്രീകൃഷ്ണന് ഈ പ്രശ്നം മനസ്സിലായി. അതുകൊണ്ട് ആരുടെയും നിവേദനങ്ങളോ വിഷമങ്ങളോ സങ്കടങ്ങളോ നിർദ്ദേശങ്ങളോ വരാൻ കാത്തു നിന്നില്ല. തന്നാൽ സാധ്യമായത് എന്തെന്ന് ഈ കുഞ്ഞിനറിയാം. ഒരു സെൽഫ് അവയർനെസ് ഉണ്ട് ഈ കുഞ്ഞിന്. ആ സെൽഫ് അവയർനെസ് ഉള്ള കുഞ്ഞിന് ഞാൻ ചെയ്യേണ്ടത് എന്താണെന്നറിയാം. അതുകൊണ്ട് സമൂഹത്തിനൊരു പ്രശ്നം വന്ന സമയത്ത് ജീവൻ പോലും ശ്രദ്ധിക്കാതെ ആ കുഞ്ഞ് സ്വന്തം സുരക്ഷ നോക്കാതെ, സ്വന്തം സുഖം നോക്കാതെ ശ്രീകൃഷ്ണൻ കാളിയനെ ഓടിക്കുവാനായി യമുനാ നദിയിലേക്ക് എടുത്തു ചാടുകയാണ്. മാത്രമല്ല, കൃഷ്ണൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ കടന്നാക്രമണമാണ് കാളിയമർദ്ദനം. ഇതുവരെ എല്ലാവരും കൃഷ്ണനെ ആക്രമിക്കാനാണ് വന്നത്. ഇത് ശ്രദ്ധിക്കണേ, ശ്രീകൃഷ്ണൻ ആദ്യമായി അങ്ങോട്ട് കയറി ആക്രമിക്കുകയാണ്. നമ്മളെ കുത്താനൊരു കൊതുക് വന്നാൽ നമ്മളതിനെ കൊല്ലും. അതെന്നെ കൊല്ലാൻ വന്നതാണ്, അതുകൊണ്ടാണ് ഓരോരുത്തരെയും കൊന്നൊടുക്കിയത്. ഒരാളെയും വെറുതെ വിട്ടില്ല, എല്ലാവരെയും കൊന്നു. പക്ഷെ താൻ ആദ്യമായി ഒരാളെ ആക്രമിക്കാൻ പോവാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ കാളിയനെ കൊന്നില്ല. മനസ്സിലാക്കണേ, ഇതാ കൃഷ്ണൻ. ഇങ്ങോട്ട് ആക്രമിക്കാത്തവനെ കൊന്നില്ല, ഇങ്ങോട്ട് വന്നവനോട് അത് തന്നെയാണ് ഏ യഥാമാം പ്രപദ്യന്തേ. ഇതാ കൃഷ്ണൻ്റെ രീതി. അതുകൊണ്ട് കാളിയനെ മർദ്ദിച്ച് അവശനാക്കി തിരിച്ചുവിട്ടു, അഹങ്കാരത്തെ മാറ്റി. കാളിയൻ്റെ അഹങ്കാരമെല്ലാം മാറിയപ്പോൾ കാളിയൻ പോയി. ഇത് കണ്ട സമൂഹം സത്യത്തിൽ ആ കാലം കേട്ടോ, നമുക്ക് ഇന്ന് ചിലപ്പോൾ നമുക്കൊക്കെ ഈ നല്ല സദ്ഗുണങ്ങളൊക്കെ ഉണ്ടാകാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. പക്ഷെ ഇത് കണ്ട ദ്വാപരത്തിൽ സ്വാർത്ഥത നിറഞ്ഞു നിന്ന സമൂഹത്തിൽ ഒരു അത്ഭുതമുണ്ടായത്, ഇവൻ എന്തൊരു കുഞ്ഞായി ഇവൻ. നോക്കൂ, സമൂഹത്തിനൊരു പ്രശ്നമുണ്ടായപ്പോൾ ഇവൻ മുന്നിട്ടിറങ്ങിയല്ലോ. സമൂഹത്തിന് ഒരു ആപത്ത് വന്നപ്പോൾ സ്വന്തം ജീവൻ പോലും നോക്കാതെ സമൂഹത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് പെരുമാറിയല്ലോ. അതുകൊണ്ട് ഇവന് പ്രത്യേകിച്ച് അജണ്ടയൊന്നുമില്ല. അടുത്ത വാർഡ് മെമ്പറായിട്ടൊന്നും നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഒരു നായയെ തല്ലിക്കൊന്ന് റോട്ടിൽ കൊണ്ടിട്ട് 4 പേർ കാണലെ അത് എടുത്തുകൊണ്ട് പോയി. നാളെ ഒരു 2 വോട്ടിന് വേണ്ടിയിട്ടൊന്നും കൃഷ്ണൻ ചെയ്തില്ല. മറിച്ച് ശ്രീകൃഷ്ണൻ്റെ പ്രവൃത്തിയിൽ ഈ സമൂഹം മുഴുവൻ സ്വാർത്ഥതയും കണ്ടില്ല. ഇവന് പ്രത്യേകിച്ച് ഒരു സ്വാർത്ഥതയുമില്ല, നിസ്വാർത്ഥനാണ് കൃഷ്ണൻ. ആ പിഞ്ചുപാദം കൊണ്ട് എത്ര അഹങ്കാരം മുറ്റി നിൽക്കുന്നവരെയും ഒന്ന് ശരിയാക്കുവാനുള്ള കഴിവ് കൃഷ്ണൻ്റെ ഈ പാദത്തിനുണ്ട്. ഈ ഭാരതത്തിൻ്റെ ഒരു മഹിമയാണത്. ലോക പോലീസാകാൻ ആര് ശ്രമിച്ചാലും ആ പിഞ്ചുപാദം മതി ആ തലയൊക്കെ ഒന്ന് ചവിട്ടി താഴ്ത്താൻ. നിങ്ങൾ ലോക ചരിത്രം ഇന്നത്തെ വർത്തമാനകാലത്തിലൊന്ന് നോക്കൂ. ഇതാ ഈ വള്ളത്തോൾ തൻ്റെ സാഹിത്യമഞ്ജരിയിൽ കൃഷ്ണൻ്റെ ഈ പിഞ്ചുപാദത്തിൻ്റെ മഹിമയെക്കുറിച്ച് പറയുമ്പോൾ, ധ്വസ്തു ഭുവനമാം ലോകമേ നിൻ ശിരസ് എത്രമേൽ പത്തി വിടർത്തിയാലും
ഈ കർമ്മഭൂമി തൻ പിഞ്ചുകാൽ പോരുമേ ചിക്കുന്നതൊക്കെ ചവിട്ടിത്താഴ്ത്തുവാൻ. ലോക പോലീസൊക്കെ കുറച്ച് കഴിയട്ടെ, അപ്പോൾ കാണാം. അതിനെയൊക്കെ ചവിട്ടിത്താഴ്ത്താൻ ഈ പിഞ്ചുപാദമൊന്നു മതി. സാഹിത്യമഞ്ജരിയിൽ ഒരു പിഞ്ചുപാദത്തെക്കുറിച്ച് വള്ളത്തോൾ എഴുതുന്നുണ്ട്. ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് ശ്രീകൃഷ്ണൻ മൊത്തത്തിൽ സ്വീകാര്യനായി. തനിക്കൊരു സ്വീകാര്യത കിട്ടി. ഇദ്ദേഹത്തിന് നിസ്വാർത്ഥമാണ്, സ്വാർത്ഥതയില്ല, ഇവനാൾ കൊള്ളാം എന്ന് തോന്നിയപ്പോൾ ശ്രീകൃഷ്ണൻ തൻ്റെ രണ്ടാമത്തെ പ്രവൃത്തി ചെയ്തു. അതാണ് ഗോവർദ്ധനധാരിയായ കൃഷ്ണൻ, ഗോവർദ്ധന പൂജ. ഇവിടെ ഒരു ആചാര പരിഷ്കരണമാണ് കൃഷ്ണൻ ചെയ്തത്. ശ്രദ്ധിച്ച് നോക്കൂ ആ ഭാഗം. നിലവിലുള്ള ഒരു ആചാരം വളരെ ദീർഘകാലമായി കൊണ്ട് നടക്കുകയാണ്. പക്ഷെ കാലം മാറുമ്പോൾ മാറ്റേണ്ട ചില ആചാരങ്ങൾ എന്തൊക്കെയാണെന്ന് കൃഷ്ണൻ അറിയാം. പക്ഷെ അതങ്ങ് തൻ്റെ മുഷ്ടി കൊണ്ടോ തൻ്റെ ഇഷ്ടം കൊണ്ടോ ഏതെങ്കിലുമൊക്കെ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടോ ഏതെങ്കിലും ഒരു കോടതിയിൽ നിന്നൊരു ഓർഡർ വാങ്ങിയിട്ടോ അല്ല ചെയ്തത്. മറിച്ച് ശ്രീകൃഷ്ണൻ ഇന്ദ്രനെ നിരാകരിച്ചില്ല, അത് മനസ്സിലാക്കണം. മറിച്ച് അതിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഈ പ്രകൃതിയാണ് നമുക്ക് എല്ലാം തരുന്നത്. തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ച് ശ്രീകൃഷ്ണൻ ഈ പ്രകൃതി നമുക്ക് കനിഞ്ഞ് നൽകിയാൽ നമുക്കെല്ലാം കിട്ടും. അപ്പം മഴ തരുന്നതിൽ പ്രകൃതിക്ക് വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ട് ഗോവർദ്ധനം അത് ഈ പ്രകൃതിയാണ്. നമുക്കിവിടുത്തെ വൃക്ഷങ്ങളെയും ചെടികളെയും മണ്ണിനെയും എല്ലാം ഒന്ന് സ്നേഹിച്ചാലോ, അതിനെ പൂജിച്ചാലോ. നോക്കൂ, ഇന്ദ്രനെ നിരാകരിച്ചില്ല. ശ്രീകൃഷ്ണൻ കാലികമായി ഈ ആചാരത്തെ ഒന്ന് പരിഷ്കരിച്ചു. ശ്രീകൃഷ്ണൻ ഇവരുടെ മുന്നിൽ, ഇനി കൃഷ്ണൻ ചെയ്ത ആ ഒരു സൂത്രം മനസ്സിലാക്കണം, ഒരു സാധാരണക്കാരൻ്റെ ഉള്ളിൽ ഈ ശാസ്ത്രബോധം കൊടുക്കുകയാണ്. ഈ വൃക്ഷമില്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ ഇല്ല. നമ്മൾ സത്യത്തിൽ ഓരോ ദിവസവും 2100 രൂപയുടെ ഓക്സിജൻ ശ്വസിക്കുന്നുണ്ട്. ഒരു 65-70 വയസ്സ് വരെയൊക്കെ ജീവിക്കുമ്പോഴേക്ക് എത്ര കോടി രൂപയുടെ ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നുണ്ട്. നമ്മൾ വന്നപ്പോൾ കൊണ്ടുവന്നതല്ല. ഈ പ്രകൃതിയിൽ നിസ്സാരമെന്ന് നാം കരുതുന്ന ചെടികളും പൂക്കളും പുൽകളും മരങ്ങളും വൃക്ഷലതാദികളുമാണ് നമുക്കിത് തന്നത്. അപ്പോൾ അവയോട് നമുക്ക് ബാധ്യതയുണ്ട്. എൻ്റെ ഒരു പിറന്നാളിന് ഞാനൊരു ചെടി വെച്ച് പിടിപ്പിക്കണം, അതൊരു മഹാവൃക്ഷമായി തീരണം അടുത്ത തലമുറയ്ക്ക് ഓക്സിജൻ നൽകുവാൻ വേണ്ടി. എന്നെ ജനിപ്പിച്ച, എന്നെ സൃഷ്ടിച്ച ആ സർവേശ്വരൻ്റെ മഹിമ, ആ മഹിമയ്ക്ക് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് എന്താ? എനിക്കെല്ലാം തന്നല്ലോ, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. തന്നു എന്നാ പറഞ്ഞത്, തരണേന്നല്ല പ്രാർത്ഥിക്കുന്നത്. ഇതൊരു സത്യപ്രസ്താവനയാണ്. ഭഗവാനെ, ഞാൻ ജനിച്ചു വീണപ്പോഴേക്കും എനിക്ക് വേണ്ടതെല്ലാം തന്നു തരണേന്നല്ലാതെ. ദൈവദശകത്തിലെ 2-ാമത്തെ ശ്ലോകം ഒരു സത്യപ്രസ്താവന പറയുകയാണ്, അത് പ്രാർത്ഥനയല്ല. പ്രാർത്ഥന അടുത്ത ശ്ലോകം മുതലാണ്. അതുകൊണ്ട് എല്ലാം തന്ന ഈ പ്രകൃതിയാണ് നമുക്കെല്ലാം. സാധാരണക്കാരൻ്റെ ഉള്ളിൽ അറിവ് വന്നാൽ പിന്നെ പാർലമെൻറ്റിൽ പ്രമേയം പാസ്സാക്കണോ? ഹൈക്കോടതി വിധി പ്രഖ്യാപിക്കണോ? വേണ്ട. സാധാരണക്കാരൻ്റെ ഉള്ളിൽ ശാസ്ത്രബോധം വന്നാൽ ഏത് ആചാരങ്ങളെയും കാലികമായി പരിഷ്കരിക്കാം. ഇതേ കൃഷ്ണൻ ചെയ്തുള്ളൂ. ഇത് ചെയ്തപ്പോൾ നോക്കൂ, അത് ചെയ്തതോടുകൂടി നന്ദഗോപൻ കൈയടിച്ചു, ഗ്രാമമുഖ്യന്മാരെല്ലാം സമ്മതിച്ചു, സർവ്വജനങ്ങളും ശ്രീകൃഷ്ണൻ്റെ പിന്നിൽ അണിനിരന്നു. എന്തുകൊണ്ട് അണിനിരന്നു? അണിനിരക്കാനുള്ള കാരണം ഇതായിരുന്നു, ഇവന് സ്വാർത്ഥതയില്ല, ഇവൻ നിസ്വാർത്ഥനാണ്, ഇവൻ്റെ പിന്നിൽ നിന്നാൽ നാട് നന്നാവും, സമൂഹത്തിന് നല്ലതാണ്, ഈ രാഷ്ട്രം രക്ഷപ്പെടും. അതുകൊണ്ട് ഇദ്ദേഹമാണ് നമുക്ക് ഈ കാലത്ത് ദ്വാപരത്തിൽ ആരും കാണാത്ത സ്വഭാവത്തിൻ്റെ നിസ്വാർത്ഥമായ വ്യക്തിത്വമാണ് കൃഷ്ണൻ. അതുകൊണ്ട് കൃഷ്ണനെ എല്ലാവരും അംഗീകരിച്ചു. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഈ ഗോവർദ്ധനം പ്രകൃതി പൂജ തന്നെയാണ്. ഒന്നിനെ നിരാകരിച്ച് നമുക്ക് ഒരു ആചാരവും പരിഷ്കരിക്കാൻ പറ്റില്ല. പിന്നെ സാധിക്കുക സാധാരണക്കാരൻ്റെ ഉള്ളിലും ഈ ശാസ്ത്രബോധത്തെ കൊടുക്കുക. സമൂഹ മനസ്സാണ് എല്ലാ പരിവർത്തനവും നടത്തുക. അല്ലാതെ അധികാരമോ അതിൻ്റെ ബലമോ പോലീസോ പട്ടാളമോ അല്ല. മനുഷ്യ മനസ്സിൽ അറിവ് കൊടുത്താൽ ഏത് പരിവർത്തനവും ആചാരങ്ങളിൽ ഉണ്ടാക്കാം. വഴക്കും വേണ്ട, കേസും വേണ്ട, ജയിലും വേണ്ട. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലാണ് പരിവർത്തനം വേണ്ടത്. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ ഈ 2 പ്രവൃത്തി കൊണ്ട് ശ്രീകൃഷ്ണൻ ഒരു പുതിയ ചരിത്രമുണ്ടാക്കി. പോരാ, ഏതൊക്കെ മൂല്യങ്ങളാണ് നശിച്ചത് ശ്രീകൃഷ്ണൻ ഒന്നൊന്നായി ശരിയാക്കി എടുക്കുകയാണ്.
ശ്രീകൃഷ്ണൻ്റെ എല്ലാ പ്രവർത്തികളും നമ്മൾ നോക്കൂ, എല്ലാ പ്രവർത്തികളും ധാർമ്മികമായിരുന്നു. ധാർമ്മികമല്ലാത്തൊരു പ്രവൃത്തിയും ശ്രീകൃഷ്ണൻ ചെയ്തില്ല. നോക്കൂ, സാക്ഷാൽ മധുരാധിപനായ കംസനെ കൃഷ്ണൻ കൊന്നു, വധിച്ചു. സ്വാഭാവികമായും അന്നത്തെ രീതി അനുസരിച്ച് ആ രാജ്യത്തിലെ രാജാവ് ആർക്കാകാമായിരുന്നു? കൃഷ്ണനാകാമായിരുന്നു. ശ്രീകൃഷ്ണൻ എന്തു ചെയ്തു എന്നറിയൂ? ആ നിസ്വാർത്ഥൻ ഉഗ്രസേന മഹാരാജാവിനെ സിംഹാസനത്തിൽ പിടിച്ചിരുത്തി വെറും കൈയോടെ പുഞ്ചിരി തൂകി ഇറങ്ങി നടന്നു. സമൂഹം ചിന്തിച്ചു, ഇതെന്തൊരു മനുഷ്യൻ! എല്ലാവരും സ്വാർത്ഥന്മാരായി സ്വന്തം സുഖം മാത്രം നോക്കുമ്പോൾ ഈ നിസ്വനായ ഒരുവന് ഒന്നിനോട് ആസക്തിയില്ലേ? സമൂഹത്തെ ഞെട്ടിച്ച മറ്റൊന്നുണ്ട്. ജരാസന്ധനെ ഭീമനെ കൊണ്ട് കൊല്ലിച്ചു. എന്നിട്ട് മഗധാധിപതിയായിരിക്കാൻ ശ്രീകൃഷ്ണന്, എല്ലാവരും കൃഷ്ണനെ അന്ന് നിർബന്ധിച്ചിരിക്കണം അന്നത്തെ വ്യവസ്ഥയനുസരിച്ച്, പുഞ്ചിരി തൂകി ജരാസന്ധപുത്രനായ സഹദേവനെ പിടിച്ച് സിംഹാസനത്തിൽ ഇരുത്തി കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവന്മാരോട് സഖ്യം ചെയ്യാൻ അവൻ്റെ മനസ്സുകൊണ്ട് തന്നെ പ്രേരിപ്പിച്ച് പുഞ്ചിരി തൂകി കൃഷ്ണൻ ഇറങ്ങിപ്പോയപ്പോൾ എല്ലാവരും കൃഷ്ണൻ്റെ മുന്നിൽ വല്ലാതെ കൈകൂപ്പി. എന്തൊരു നിസ്വാർത്ഥൻ! ഇദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നാൽ നാട് നന്നാകും. ഇദ്ദേഹമാണ് നമ്മുടെ പ്രേരണയെങ്കിൽ വ്യക്തി നന്നാവും. ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചു. പ്രാഗ്ജ്യോതിഷത്തിലെ സത്യഭാമ എന്ന സത്രാജിത്ത് സുതയോടൊപ്പം പോയി ആ നരകാസുരനെ വധിച്ചതിന് ശേഷം ശ്രീകൃഷ്ണൻ അവിടുത്തെ രാജാവായില്ല. അദ്ദേഹത്തിൻ്റെ പുത്രനെ പിടിച്ച് സിംഹാസനത്തിലിരുത്തി തിരിച്ചു പോന്നു. ഛേദി രാജാവായിട്ടുള്ള ശിശുപാലനെ സർവ്വരാജാക്കന്മാരുടെയും മുന്നിൽ ആ യജ്ഞത്തെ മൊത്തത്തിൽ തകർക്കാൻ തയ്യാറായി വന്നവരെ, അവരുടെ കൂട്ടത്തിൽ പ്രധാനിയായ ശിശുപാലനെ തൻ്റെ ചക്രം കൊണ്ട് വധിച്ചു. എന്നിട്ട് കൃഷ്ണൻ ഛേദി രാജ്യത്തിലെ രാജാവായില്ല കേട്ടോ. ശിശുപാലൻ്റെ പുത്രനായ ധൃഷ്ടകേതുവിനെ പിടിച്ച് സിംഹാസനത്തിൽ മറ്റ് രാജാക്കന്മാർ നോക്കി നിൽക്കെ ശ്രീകൃഷ്ണൻ സിംഹാസനത്തിൽ ഇരുത്തി തിരിച്ചിറങ്ങിയപ്പോൾ ഈ ധൃഷ്ടകേതു കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവരോടൊപ്പം ചേർന്നു. ശ്രീകൃഷ്ണൻ്റെ ഈ പ്രവൃത്തി കണ്ടപ്പോൾ സമൂഹം ചിന്തിക്കുകയാണ്, ഇതെന്തൊരു മനുഷ്യൻ! ഒന്നും വേണ്ട, നിസ്വാർത്ഥൻ. ഇവിടെ ഒന്ന് ചിന്തിക്കണേ, കൃഷ്ണഭക്തന്മാരായ നമ്മുടെ അവസ്ഥയും കൂടി ഒന്ന് ആലോചിക്കണം. നമ്മൾ ആരായി തീരുവാൻ വേണ്ടിയിട്ടാണ് ഈ പരിശ്രമിക്കുന്നതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും? എന്തേ ഇത്ര കാലം ചെയ്തിട്ടും എൻ്റെ മനസ്സിലൊരു മാറ്റം വരാത്തതും? നമ്മുടെ ഉള്ളിൽ ബാക്കി പൂരിപ്പിക്കൂ. ശ്രീകൃഷ്ണനെ രാജസൂയത്തിൽ യജമാനനാക്കാൻ തീരുമാനിച്ചില്ലേ? അപ്പോൾ അങ്ങ് യജമാനനാകണം. അയ്യോ, ഞാനേ ഈ വരുന്നവരുടെയൊക്കെ പാദപ്രക്ഷാളനം, കാല് കഴുകണത് ചെയ്തോളാം. നേരെ പോയി ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് വരുന്നവരുടെയൊക്കെ കാല് കഴുകി കൊടുക്കുന്ന ശ്രീകൃഷ്ണൻ്റെ പ്രവൃത്തി കണ്ടപ്പോൾ സമൂഹം മുഴുവൻ ചിന്തിച്ചു, ഇതെന്തൊരു മനുഷ്യൻ! ഇദ്ദേഹത്തിന് സ്വന്തമായി ഒന്നും വേണ്ട, ഇദ്ദേഹത്തിന് പ്രത്യേക അജണ്ടയില്ല, സ്വജനപക്ഷപാതിയല്ല, തൻ്റെ ആളുകളെ മാത്രം സിംഹാസനത്തിലോ സ്കൂളിലോ മറ്റെവിടെയും കയറ്റിയിരുത്തിയില്ല. നിസ്വനായി വ്യക്തിയുടെ ജീവിതം കണ്ടപ്പോൾ സർവരും അദ്ദേഹത്തിൻ്റെ പുറകെ ചേർന്നു. ആരാ കൃഷ്ണൻ? ശ്രീകൃഷ്ണൻ്റെ പെരുമാറ്റം നോക്കൂ. തന്നേക്കാൾ മുതിർന്ന ഒരാളെ കണ്ടാൽ നമ്മുടെ ഈ സനാതനധർമ്മത്തിൽ എഴുതപ്പെടാത്തൊരു നിയമമുണ്ട്. ഇതൊരു പുസ്തകത്തിലും എഴുതിയിട്ടില്ല. ഇത് തലമുറകൾ കൈമാറി വരുന്നൊരു സനാതന മൂല്യമാണ്. അതുകൊണ്ട് തന്നേക്കാൾ മുതിർന്നവരെ കണ്ടാൽ അഭിവാദനം ചെയ്യുക. പലതരത്തിലാണ് അഭിവാദനം. ശ്രീകൃഷ്ണൻ ഈ സനാതന മൂല്യങ്ങൾ എല്ലാം ജീവിതത്തിൽ കൊണ്ടു നടക്കുകയാണ്. കൃഷ്ണൻ ഗാന്ധാരി അമ്മയെ, ധൃതരാഷ്ട്രരെ കണ്ടാൽ വേഗം ചെന്ന പാദം തൊട്ട് വന്ദിക്കും. തൻ്റെ അച്ഛൻ പെങ്ങളായ കുന്തിദേവിയെ കണ്ടാൽ വേഗം ചെന്ന് സാഷ്ടാംഗം വീഴും. വിതുരരെ, വ്യാസനെ, ഭീഷ്മരെ കണ്ടാൽ പാദം തൊട്ട് വന്ദിക്കും. അച്ഛനെയും അമ്മയെയും കണ്ടാൽ സാഷ്ടാംഗം പ്രണമിക്കും. തന്നേക്കാൾ മുതിർന്ന യുധിഷ്ഠിരനെ കണ്ടാൽ പാദം തൊട്ട് വന്ദിക്കും. ഭീമസേനനെ കണ്ടാൽ പാദം തൊട്ട് വന്ദിക്കും. തൻ്റെ സമപ്രായക്കാരനായ അർജുനനെ കണ്ടാൽ ആലിംഗനം ചെയ്യും. അന്നും ഉണ്ട് കേട്ടോ ഈ കെട്ടിപ്പിടുത്തമൊക്കെ. ഇതിപ്പോൾ അല്ലാണ്ട് മറ്റാൾ വന്ന കൊണ്ടൊന്നുമല്ല. പക്ഷെ സമപ്രായക്കാരാണെന്ന് മാത്രമേ ഉള്ളൂ. അതും ഒരേ ലിംഗത്തിൽപ്പെട്ടവരാണെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ മാറ്റേ വന്നിട്ടുള്ളൂ.
തന്നേക്കാൾ താഴെയുള്ള നകുല സഹദേവന്മാരെ കണ്ടാൽ പിടിച്ച് മടിയിലിരുത്തി മൂർധാവിൽ ചുംബിക്കും കൃഷ്ണൻ. മഹാഭാരതത്തിൽ വ്യാസൻ മത്സരിച്ചെഴുതുന്നുണ്ട്, ശ്രീകൃഷ്ണൻ ഈ സനാതന മൂല്യങ്ങളെ സംരക്ഷിക്കുന്നത് കാണണം. കൃഷ്ണൻ ഇത് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് ചെയ്തില്ലെങ്കിൽ കൃഷ്ണൻ്റെ മഹത്വം കുറയുമോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് ചെയ്തു? ഞാനൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിൽ നിലനിർത്തേണ്ട ചില മൂല്യങ്ങളുണ്ട്. അതിനെ പറയുന്നതാണ് സദാചാരം എന്നുള്ളത്. ഈ സദാചാരം ഞാൻ ചെയ്യണം. ഞാൻ ചെയ്താൽ എൻ്റെ പിറകെ വരുന്ന എൻ്റെ മക്കൾ അവരുടെ മുന്നിൽ നിയമങ്ങളുടെ ഒരു ലഘുലേഖ എഴുതി കൊടുത്തതുകൊണ്ട് അവർക്ക് സ്വഭാവമാകില്ല. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ മുത്തശ്ശിയോടും മുത്തച്ഛനോടും ഒക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ, അവർ വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുമ്പോൾ എനിക്കെൻ്റെ അമ്മയെയും അച്ഛനെയും ഞാൻ പരിചരിക്കണം, ബഹുമാനിക്കണം, അഭിവാദനം ചെയ്യണമെന്നുള്ള ഒരു ശാശ്വത മൂല്യം നമ്മൾ കൊടുക്കുകയാണ് ജീവിതത്തിലൂടെ. കുഞ്ഞുങ്ങൾ അനുകരിക്കുന്നവരാണ്, അനുസരിക്കുന്നവരല്ല. എന്താണ്? അനുകരിക്കുന്നവരാണ്. അനുകരിക്കാൻ പറ്റിയ ഈ സദാചാര മൂല്യങ്ങളെ നമ്മൾ ജീവിതത്തിൽ പരിപാലിക്കുന്നുണ്ട്. കൃഷ്ണൻ പരിപാലിച്ചിരുന്നു. കൃഷ്ണഭക്തന്മാരായ നമ്മുടെ ജീവിതത്തിൽ ചെറുതെന്ന് തോന്നുന്ന ചിലതെങ്കിലും, കൃഷ്ണൻ്റെ ജീവിതത്തിലെ ഒരു സന്ദർഭം നോക്കൂ. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു. ആ യുദ്ധം കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ കുറച്ച് ദിവസം ആ ഭരണകാര്യങ്ങളൊക്കെ ഒന്ന് സഹായിക്കാൻ, കാട്ടിലലഞ്ഞ് തിരിഞ്ഞ് നടന്ന് 13 വർഷം കാട് ഭരിച്ചവർക്ക് നാട് ഭരിക്കാൻ അറിയണമെങ്കിൽ ചില സഹായങ്ങൾ വേണം. അതുകൊണ്ട് തൻ്റെ പെങ്ങളായ സുഭദ്രയുടെ കൊട്ടാരത്തിൽ, അർജുനൻ്റെ കൊട്ടാരത്തിലാണ് കൃഷ്ണൻ കുറച്ചു കാലം ജീവിച്ചത്. എല്ലാം ഒന്ന് ശരിയായി എന്ന് തോന്നിയപ്പോൾ തിരിച്ച് തൻ്റെ നാട്ടിൽ പോകാൻ നേരത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരാഗ്രഹം, അച്ഛന് മോളെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിരുന്നു. സുഭദ്രയെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകണം. അതിന് കൃഷ്ണൻ ചെയ്തത് എന്താണെന്നറിയോ? നേരെ ചെന്ന് കുന്തി മാതാവിൻ്റെ സമീപത്ത് ചെന്ന്, അച്ഛന് സുഭദ്രയെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, അമ്മ സമ്മതിക്കുകയാണെങ്കിൽ, നിർത്തിയില്ല. പിതൃസ്ഥാനീയനായ മൂത്തവനായ യുധിഷ്ഠിരൻ്റെ അടുത്ത് ചെന്ന് യുധിഷ്ഠിരനോട് പറഞ്ഞു, സുഭദ്രയെ ഞാനൊന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നതിൽ പ്രശ്നമില്ല. നോക്കൂ, ശ്രീകൃഷ്ണന് പോകുന്ന പോക്കിൽ സുഭദ്രയെ വരൂ പോകാം എന്ന് പറഞ്ഞു വേണമെങ്കിൽ കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ ഇതൊരു കുടുംബമല്ലേ, അവിടെ ചില നിയമങ്ങളില്ലേ? ആ നിയമങ്ങൾ ഞാൻ പാലിക്കണ്ടേ? 2 പേരിൽ നിന്ന് അനുവാദം വാങ്ങിയതിന് ശേഷമാണ് സുഭദ്രയോട് വസ്ത്രമൊക്കെ എടുത്തു വയ്ക്കൂ, നമുക്ക് അച്ഛനെ കാണാം എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണൻ ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? ശ്രീകൃഷ്ണൻ ഒരു സത്യം അറിയാം. യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോചന സയത് പ്രമാണം കുരുതേ ലോകസ്തനുവർത്തതേ. ശ്രേഷ്ഠന്മാർ എന്തു ചെയ്യുന്നുവോ അത് പ്രമാണമായി അടുത്ത തലമുറ സ്വീകരിക്കും. എങ്ങനെയാ? നമ്മളിൽ നിന്ന് നമ്മുടെ മക്കൾ നമ്മുടെ ജീവിതത്തെ അനുകരിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? നല്ല മക്കളാവും, അത്രയല്ലേ ഉള്ളൂ. എന്തെങ്കിലും മനസ്സിൽ വിഷമം വരുന്നുണ്ടെങ്കിൽ ഇപ്പം തുടങ്ങിക്കോളൂ, എന്നിൽ നിന്ന് സ്റ്റാർട്ട് വിത്ത് മീ, എന്നിൽ നിന്ന് ആരംഭിക്കൂ. ഇതാണ് ആ സമയം. ശ്രീകൃഷ്ണൻ്റെ നാമജപം. ശ്രീകൃഷ്ണൻ ജീവിതത്തിൽ എന്നും നാമം ജപിക്കും. ഇതൊന്നും മുടക്കണ്ടേ? മുടക്കില്ല. എന്നും നാമം ജപിക്കുന്ന കൃഷ്ണൻ്റെ ജീവിതത്തെ നാം മനസ്സിലാക്കണം. നാമജപം മരണം വരെ. ശതായു പുരുഷ, 100 വയസ്സാണ് ഒരു മനുഷ്യൻ്റെ ആയുസ്സെങ്കിൽ ആ ആയുസ് അത്രയും കൃഷ്ണൻ നാമം ജപിച്ചിട്ടുണ്ട്. നാമം ജപിക്കുന്ന കാര്യത്തിൽ കൃഷ്ണൻ പിന്നോട്ട് പോയില്ല. ആ ദൈവബലം കൃഷ്ണൻ്റെ ജീവിതത്തിൽ മൊത്തം കാണാം. ആ ദൈവബലം ഉള്ളത് കൊണ്ടാണ് ശ്രീകൃഷ്ണന് ആ വസുന്ധരയിൽ, കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ മഹായുദ്ധത്തിൻ്റെ പരിണാമമായ ആ വസുന്ധരയിൽ പിറന്നു വീണ പ്രാണഹീനനായൊരു കുഞ്ഞിന് പ്രാണനാവേശിപ്പിച്ച് അതിന് ജീവൻ കൊടുക്കാൻ കൃഷ്ണന് സാധിച്ചത് തൻ്റെ ദൈവബലം കൊണ്ടാണ്, ദേവബലം കൊണ്ടാണ്. ശ്രീകൃഷ്ണൻ എന്നും നാമം ജപിച്ചിരുന്നു. കൃഷ്ണഭക്തന്മാരായ നമ്മളോ? ഞാൻ വെള്ളിയാഴ്ച എന്നിട്ട് പറയുക, എനിക്ക് ആകെ കൂടി പ്രശ്നമാണ്. നിങ്ങൾ പറ. ശ്രീകൃഷ്ണൻ പോലും നാമജപം മുടക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ജീവിതത്തിൽ അവശ്യ കർത്തവ്യമാണ് ദേവയജ്ഞമെന്നും നാമജപം മുടക്കരുതെന്നും, രാവിലെ തന്നെ കുളിയും തേവാരവും തേവരുടെ കാര്യമായ ദേവകാര്യം ചെയ്യണം. 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ് അത്രയും മതി. എന്തിനാ കുറേ സമയം?
അങ്ങനെ ഇരുന്ന് നാമം ജപിച്ച ആ ശ്രീകൃഷ്ണൻ എന്നും നാമജപം മുടക്കിയിട്ടില്ല. ആ മുടക്കാത്ത കൃഷ്ണനിൽ ഈ ദൈവീക ബലമുണ്ട്. ജി ശങ്കരക്കുറുപ്പ് കൃഷ്ണൻ്റെ ഈ ഒരു പ്രാണനാവേശിപ്പിച്ച കുഞ്ഞിന് ജീവൻ കൊടുത്ത കൃഷ്ണൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ജി ശങ്കരക്കുറുപ്പ് പറയുന്നുണ്ട്. അമ്പരമധ്യത്തിൽ തിളയ്ക്കുന്നൊരാദിത്യബിംബവും കെട്ടുപോകിലാകട്ടെ. ആ ആദിത്യബിംബം കെട്ടുപോയാൽ ആ കരി ഊതിപ്പിടിപ്പിച്ച് മറ്റൊരു തീക്കട്ടയുണ്ടാക്കും ആ സർഗശക്തി. ആ സർഗശക്തിയാണ് കൃഷ്ണൻ. തീക്കട്ട കെട്ടുപോയി കരിക്കട്ടയായാൽ തൻ്റെ പ്രാണൻ കൊണ്ട്, ദേവബലം കൊണ്ട് അതിനെ തീക്കട്ടയാക്കാൻ കഴിവുള്ള മഹായോഗീവര്യനാണ് അവ്യയ പരമാർത്ഥ ആ ഭാവമുള്ള ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ നാമം ജപിച്ചു എന്ന് മാത്രമല്ല, സർവരെയും നാമം ജപിപ്പിക്കും. നാമം ജപിപ്പിക്കുക എന്നത് കൃഷ്ണൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്ന സമയം അർജുനനോട് പറയുന്നത്, യുദ്ധത്തിൽ വിജയിക്കണോ അർജുന. അർജുനനെ സംബന്ധിച്ച് ആനുവൽ എക്സാമാണ് കുരുക്ഷേത്ര യുദ്ധം. അതിനു മുമ്പ് ചില പരീക്ഷയിലൊക്കെ A+ നേടിയിട്ടുണ്ടെന്ന് സത്യമാണ്. പക്ഷെ നേടേണ്ട പരീക്ഷ ആനുവൽ എക്സാമാണ്. വല്ലാത്ത തുടിപ്പോടുകൂടി നിൽക്കുന്ന അർജുനൻ കൃഷ്ണനോട് പറയുന്നുണ്ട്, കൃഷ്ണ എനിക്ക് യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, തേർത്തട്ടിൽ നിന്നിറങ്ങൂ, എന്നിട്ട് സാക്ഷാൽ ദുർഗാ ഭഗവതിയെ, സർവ്വദുർഗമങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ദുർഗാ ഭഗവതിയെ പ്രാർത്ഥിക്കൂ അർജുന. നോക്കൂ, ആ കാലത്ത് ദുർഗാ ഭഗവതിയുടെ മന്ത്രങ്ങൾ കൊണ്ട് സമൂഹത്തെ പഠിപ്പിക്കാൻ പരിശ്രമിച്ച വ്യക്തിയാണ് കൃഷ്ണൻ. ആ ശ്രീകൃഷ്ണൻ അർജുനനെ കൊണ്ട് താഴെ ഇറങ്ങി. അർജുനൻ ആ ദുർഗാദേവി, സർവ്വദുർഗമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന, നമ്മളെ എല്ലാത്തിൽ നിന്നും സംരക്ഷിക്കുന്ന ദുർഗാ ഭഗവതിയെ അർജുനൻ പ്രാർത്ഥിക്കുന്ന ഭാഗം വ്യാസൻ എഴുതിയിട്ടുണ്ട്. 13 ശ്ലോകങ്ങളാണ്. തൊഴുന്നേൻ സിദ്ധസേനാനി ആര്യേ മന്ദരവാസിനി കുമാരി കപിലേ കാളി കാപാലി കൃഷ്ണപിങ്കളെ ഭദ്രകാളി മഹാകാളി ഭവൽ പാദം നമിപ്പു ഞാൻ എന്ന് തുടങ്ങി, കാർത്യായിനി മഹാഭാഗെ കരാളി വിജയേ ജയേ എന്ന് തുടങ്ങി 13 ശ്ലോകങ്ങൾ കൊണ്ട് ദുർഗാശതി ഉദീരണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ മഹാമായ ത്രിപുരസുന്ദരി ദുർഗ, ആദിപരാശക്തിയായ ജഗന്മാതാവ് ശ്രീകൃഷ്ണൻ്റെ ശിരസിൻ്റെ മുകളിൽ വന്ന് നിന്ന് അർജുനനോട് പറയുന്നുണ്ട്, ഹേ ദുർദർശനായിട്ടുള്ള ഹേ അർജുന, നീ സാക്ഷാൽ നരോത്തമനാണ്, നാരായണ സഹായിയാണ്, വജ്രധാരിയായ ഇന്ദ്രന് പോലും നിന്നെ തോൽപ്പിക്കാൻ സാധ്യമല്ല. നിൻ്റെ കൂടെ ദൈവബലമുണ്ട്. നമ്മുടെ കൂടെ ദൈവബലമുണ്ടോ? ദേവകാര്യം ചെയ്യുന്നുണ്ടോ? ദേവകാര്യം ചെയ്താൽ വിജയിക്കും. ഇത് തന്നെയാണ് ജയദ്രഥവധത്തിനു വേണ്ടി അർജുനനോട് ത്രയംബക പൂജ ചെയ്യിക്കുന്ന കൃഷ്ണനുണ്ട്. പൂജാദ്രവ്യങ്ങൾ ഒരുക്കി പൂജാമലരുകൾ കൊണ്ട് ആ ത്രയംബകേശ്വരനെ, ഏകാംബരനാഥനെ, ജലന്ധരനാഥനെ, പശുപതിനാഥനെ, ശ്രീരുദ്രനെ, മഹാകാലകാലനെ, നീലകണ്ഠനെ, വിശ്വനാഥനെ ശ്രീകൃഷ്ണൻ ഭജിക്കുന്നുണ്ട്. അർജുനനെ കൊണ്ട് ഭജിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അർജുന നിൻ്റെ കൂടെ ദൈവബലമുണ്ട്. ഈ 2 സന്ദർഭത്തിലും ശ്രീകൃഷ്ണന് ഞാനുണ്ടടാ നിൻ്റെ കൂടെ, നീ അങ്ങ് അടിച്ച് തകർത്തോ എന്ന് പറയാമായിരുന്നില്ലേ? കൃഷ്ണൻ അത് പറയില്ല. നീ നാമം ജപിച്ചാൽ നിനക്ക് രക്ഷയുണ്ട്. ദൈവബലം, ദേവയജ്ഞം മനുഷ്യൻ്റെ അവശ്യ കർത്തവ്യമാണ്. അതിൽ നിന്ന് കുഞ്ഞാകട്ടെ, വലിയ ആളാകട്ടെ, വൃദ്ധനാകട്ടെ, ആരുമാകട്ടെ, എല്ലാവരും ജീവിതത്തിൽ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ നോക്കൂ, ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിൽ പരിപൂർണമായും നമ്മൾ നോക്കിയാൽ എന്തൊക്കെ ശാശ്വത മൂല്യങ്ങൾ വേണോ അതെല്ലാം. ജീവിത വിജയത്തിന് അവനവനെ മാത്രം അറിഞ്ഞാൽ പോരാ, തൻ്റെ സമൂഹത്തിലുള്ള സർവ്വതും അറിയണം. സ്വജനങ്ങളെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ പോരാ, അതുപോലെ തന്നെ പരന്മാരെക്കുറിച്ച് അറിയണം. ശ്രീകൃഷ്ണന് ഈ കഴിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യുദ്ധത്തിൽ വിജയിക്കാൻ സാധിച്ചത്. ഭീഷ്മരുടെ ശിഖണ്ഡിയെ മുൻനിർത്തിയുള്ള യുദ്ധത്തിന് ഭീഷ്മ മനസ്സറിയാം. പുത്രനോടുള്ള അമിത സ്നേഹം കൊണ്ട് ദുർബലനായ ദ്രോണരെ അറിയാം. ഓരോരുത്തരെയും കൃഷ്ണൻ അറിയുന്നത് കൊണ്ട് ജീവിതം വിജയിക്കണമെങ്കിൽ അവനവനെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ പോരാ, സ്വപക്ഷക്കാരെ മാത്രം അറിഞ്ഞാൽ പോരാ, ലോകത്തിൽ ഓരോരുത്തരെയും മനസ്സിലാക്കിയാൽ മാത്രമേ ജീവിത വിജയമുണ്ടാകൂ. സ്വയം തിരിച്ചറിവിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ മനസ്സുകൂടി വായിച്ചെടുക്കാൻ പഠിച്ചാൽ മാത്രമേ വിജയിക്കാൻ പറ്റൂ. ശ്രീകൃഷ്ണൻ ജീവിതത്തിൽ കാണിച്ചു തന്നില്ലേ? നമ്മളിങ്ങനെ നോക്കൂ,
ഒന്ന് കൃഷ്ണനെ വേണ്ട വിധത്തിലൊന്ന് പഠിക്കൂ. അങ്ങനെയുള്ള കൃഷ്ണനാണ് നമ്മുടെ മുന്നിൽ 100 വയസ്സ് വരെ ജീവിച്ച് 100 വയസ്സായപ്പോൾ ജരബാധിച്ചു ശരീരം. ഏത് ജര? ജരാനര ബാധിച്ച ശരീരമായി കൃഷ്ണൻ്റെ. കവിയുടെ കാവ്യത്തിലുള്ള ചില അലങ്കാരങ്ങളിൽ ജര ഒരു വേടനാണെങ്കിൽ, 100 വയസ്സാണ് ഒരു മനുഷ്യൻ്റെ ആയുസ്സെങ്കിൽ തൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്തു തീർത്ത് ജര വേടനാണെങ്കിൽ ആ വേടൻ്റെ അസ്ത്രം കാലിൽ കൊണ്ടപ്പോൾ അത് ഊരിക്കളഞ്ഞ് ഒരു തരുതൽപ്പത്തിൽ നീണ്ടു നിവർന്ന് കിടന്ന ആ അവ്യയ പരമാത്മസ്വരൂപമായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ തൻ്റെ ശരീരത്തിൽ നിന്ന് പ്രാണനെ ത്യജിച്ച് സമാധിയാവുകയാണ്. അല്ലാതെ ഒരമ്പങ്ങ് കാലിൽ കൊണ്ട് മരണപ്പെടുന്നവനാണോ കൃഷ്ണൻ? 18 ദിവസം നീണ്ടുനിന്ന കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തൻ്റെ നേരെ വന്ന ആയുധങ്ങളെല്ലാം നെഞ്ചിലേറ്റുവാങ്ങി, വൈഷ്ണവാസ്ത്രത്തെ പോലും ഏറ്റുവാങ്ങി അതെല്ലാം പറിച്ചു കളഞ്ഞ് തൻ്റെ മധുരയെ, തൻ്റെ ദ്വാരകയെ ഒക്കെ സംരക്ഷിക്കാൻ ശാൽവനോടൊക്കെ നീണ്ടു നിന്ന് യുദ്ധം ചെയ്ത ജരാസന്ധനോട് ഏറ്റുമുട്ടി അസ്ത്രങ്ങൾ 100 കണക്കിന് നെഞ്ചിൽ സ്വീകരിച്ച് പറിച്ചു കളഞ്ഞ ആ കൃഷ്ണൻ്റെ പെരുവിരലിൽ ഒരു അസ്ത്രം കൊണ്ടാൽ അസ്ത്രം കൊണ്ട് മരണപ്പെടുന്നവനൊന്നുമല്ല. അസ്ത്രം കൊണ്ടു ജരബാധിച്ച ശരീരത്തിൽ ജര പിടികൂടിയപ്പോൾ അതിനെ പിടിച്ചു മാറ്റിക്കളഞ്ഞ് തൻ്റെ ജീവിതം പരിപൂർണമായും ചെയ്ത ആ പുഞ്ചിരിയോടുകൂടി ശ്രീകൃഷ്ണൻ പ്രാണനെ ശരീരത്തിൽ നിന്ന് പരിത്യജിച്ച് തരുതൽപ്പത്തിൽ തൻ്റെ ജ്യേഷ്ഠൻ അതിന് തൊട്ടു മുൻപ് സമാധിയാകുന്നത് കണ്ട് ആ പ്രഭാസ തീർത്ഥത്തിൽ നിവർന്നു കിടന്ന് ആ പരമാത്മസ്വരൂപൻ പ്രാണനെ ത്യജിച്ചു. കൽത്തുറുങ്കിലകത്തമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാളനെയ്ത കണയാൽ കാൽത്താർ വിണ്ട ദിനം വരെ കണ്ണൻ കപടഗോപാലൻ കൈവല്യാംബുഖനാഖനൻ ചെയ്ത കാര്യങ്ങൾ സർവ്വതും ജഗന്മോഹനമോഹനം. ആ കപടഗോപാലനുണ്ടല്ലോ ശ്രീകൃഷ്ണൻ, നമ്മുടെ മുന്നിൽ ഓരോരോ ബാലലീലകളിലൂടെ മണ്ണിലോടിക്കളിച്ച് മണ്ണുവാരി തിന്നും ആ ഉണ്ണിക്കണ്ണൻ കടലലമാല പോലെ വരുന്ന വേണുഗാനം കൊണ്ട് നമ്മുടെ മുന്നിൽ ആനന്ദ നടനം ചെയ്യുമ്പോഴും ആ കണ്ണൻ്റെ ജീവിതം നമുക്ക്, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് എപ്പോഴും പ്രേരണയാണ്. ആ പ്രേരണ കൃഷ്ണൻ്റെ ജീവിതത്തെ ആദ്യാവസാനം എഴുതി പഠിക്കണം. ഓരോന്നും എഴുതി ആ പരമാത്മസ്വരൂപനായ കൃഷ്ണം വന്ദേ ജഗദ്ഗുരും എന്ന് പറയുന്ന ആ ഭഗവാനെ ജീവിതത്തിൻ്റെ ഒരു മാതൃകാ വ്യക്തിത്വമായി ഭക്തനും ഭഗവാനും രണ്ടല്ല ഒന്ന് തന്നെ എന്ന ഭാവത്തിൽ പരിപൂർണമായി സമർപ്പണം ചെയ്ത് നമുക്ക് ശ്രീകൃഷ്ണനെ സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്ന് മള്ളിയൂർ തിരുമേനിയുടെ ആ പാതാരവിന്ദം മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാവർക്കും ശ്രീകൃഷ്ണനെ കൂടുതൽ പഠിക്കാൻ ഈ ഒരു വേദി സഹായകരമാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും വാക്കുകൾ ഉപസംഹരിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മള്ളിയൂർ തിരുമേനിയുടെ 105-ാം ജയന്തി ആഘോഷ